ഹലോ. ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം? ഹലോ. ഗുഡ് ഈവനിങ് സർ. നിങ്ങളിവിടെ എത്തിയില്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷം? പറയും. നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലേ? എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമും അത് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാമും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് എക്സാം ഒക്കെ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. നമ്മൾ എടുക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും, എടുക്കുന്ന ഓരോ പോയിന്റ്സും, ഓരോ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. എല്ലാ സബ്ജക്റ്റും. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത് ഒരു സബ്ജക്റ്റിൽ നിന്നും. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാക്രോ എക്കണോമിക്സിലുള്ള മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മണി ആൻഡ് ബാങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്നാൽ കുറേ ഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഭാഗം കൂടാണ് ഇത് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് മണി ആൻഡ് ബാങ്കിങ്? നമുക്കറിയാം പൈസയും ബാങ്കും നമ്മളെ ഡെയിലി ലൈഫിൽ, നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് ഇത് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിപ്പിച്ചു തരും. നിങ്ങളത് പഠിച്ചെടുക്കുക. എക്സാമിന് ഇവിടുന്ന് ഏത് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും, ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. അതിന് മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ +2 കൊമേഴ്സിൻ്റെ ജ്വാല ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾ നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ചിൽ +2 ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇതിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, PDF ക്ലാസ് നോട്ടുകളുണ്ട്, വർക്ക് ഷീറ്റുകളുണ്ട്, PYQs ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് തുടക്കം മുതലുള്ള എല്ലാ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. തുടക്കം മുതലുള്ള എല്ലാ ക്ലാസ്സും നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ജ്വാല ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവരെയും സജസ്റ്റ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. ഓരോ കാര്യത്തിനും അത് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഷുവറാണ്. ഓക്കെ, നമ്മുടെ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫറിൽ 3499 രൂപയാണ് ഓഫർ ബാച്ച് ഫീസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കുറഞ്ഞൊരു പൈസയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്, നല്ല മാർക്ക് വേണം. നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ നല്ല കോളേജസിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ പോലും നിങ്ങളുടെ +2 മാർക്ക് നോക്കും. എന്താ +2ന് ഇത്ര മാർക്ക് കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. +2ന് മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓണല്ലേ, എല്ലാവരും സെറ്റല്ലേ? ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് പറയാമോ സർ? പറയും. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇന്ന് നമ്മൾ പറയും. നമ്മൾ ഇന്ന് ഇതെന്താണ്, വൺ ഷോട്ട് ആയിട്ട് കംപ്ലീറ്റ് റിവിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കി തരും. ഈ ചാപ്റ്ററിൽ ചില ഭാഗങ്ങളൊന്നും എക്സാമിന് ചോദിക്കാറേ ഇല്ല. ബട്ട് ചില ഭാഗങ്ങൾ കണ്ടിന്യൂസ്ലി എല്ലാ വർഷവും മാറി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരും. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് കേട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ PDF മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട്ബുക്ക് എടുത്ത് പെന്നെടുത്ത് നമ്മുടെ മുന്നിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ പോയിന്റ്സും ഓരോ കാര്യങ്ങളും എഴുതി എന്ത് ചെയ്യണം, കീ നോട്ടുകൾ ഉണ്ടാക്കുക, ഷോർട്ട് നോട്ടുകൾ നിങ്ങളായിട്ട് തന്നെ എഴുതി ഉണ്ടാക്കുക. നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കിയിട്ട് അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ നമ്മുടെ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ തുടങ്ങുകയാണ് മണി ആൻഡ് ബാങ്കിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പം നിങ്ങളോട് പറയാനുള്ളത്, എക്സാമിനർ കൊമേഴ്സിൻ്റെ ക്രാഷ് കോഴ്സ് ഇതും കൂടെ ഒന്ന് പറയാൻ കേട്ടോ. ക്രാഷ് കോഴ്സ് ഉണ്ട്. നമ്മൾ ക്രാഷ് കോഴ്സിൻ്റെ ഫീ വരുന്നത് എത്രയാണ്, 1999 രൂപയാണ് വരുന്നത്. ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്, ഷോർട്ട് നോട്ട് ക്ലാസ് ഉണ്ട്, PYQ സൊല്യൂഷൻസ്, മോഡൽ എക്സാം, ചാപ്റ്റർ വൈസ് എക്സാംസ്, ക്വസ്റ്റ്യൻ ബാങ്ക്, ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റ്, +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ് ഫോർ +2 സ്റ്റുഡൻസ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാച്ച് ഫീസ് എത്ര വരുന്നത്, 1999 രൂപയ്ക്ക് ക്രാഷ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനറിന് ക്രാഷ് കോഴ്സ്, കൊമേഴ്സിന്റെ ക്രാഷ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. എടാ ഇത് എക്സാമിനേഷൻ്റെ സമയമാണ്, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട് അതിന് കാര്യമുള്ളൂ കേട്ടോ. ഇനി ഉഴപ്പിയിട്ടൊന്നും കാര്യമില്ല. ഓരോ പോയിന്റുകളും എല്ലാം നിങ്ങൾ പഠിച്ചെടുത്തിട്ട് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്രാഷ് കോഴ്സിലും ജോയിൻ ചെയ്യുക. പറ്റുന്നവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ്. എടാ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പലരും പറയും സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന്. ആണോ? സ്നേഹം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലുത്. പക്ഷെ പൈസയും നമുക്ക് വേണം അല്ലേ? പൈസ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ജീവിക്കാൻ പറ്റൂല. പൈസ വളരെ ഇമ്പോർട്ടൻ്റാണ്. പൈസ നമുക്ക് എന്ത് സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം. പൈസ ഇല്ലാതെ ഒന്നും നടക്കൂല. ഈ ലോകം തന്നെ റൺ ചെയ്യുന്ന എന്താണ്? പൈസ ഉണ്ടാക്കുക, എൻജോയ് ചെയ്യുക, ലൈഫ് അടിപൊളിയാക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് വേണം? പൈസ വേണം അല്ലേ? പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല അല്ലേ? മനസ്സിലായില്ലേ? പൈസ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ പൈസയെക്കുറിച്ച് തന്നെ പഠിക്കുന്നത്, മണിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഭാഗങ്ങളും എക്കണോമിക്സിൽ പൈസക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എക്കണോമിക്സിൽ നിന്നല്ല നിത്യജീവിതത്തിൽ പൈസക്ക് അത്രയും 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 ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ന് ചാപ്റ്റർ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാണ് നോക്കുക. മണി ആൻഡ് ബാങ്കിങ്. ഇത് കണ്ടില്ല, കുറച്ച് ഡോളർ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നില്ലേ? ഡോളർ അല്ലേ? ദ മോസ്റ്റ് എന്താണ് സ്റ്റെബിലൈസ്ഡ് കറൻസി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറൻസി ഇൻ ദ വേൾഡ്. ലോകത്തിലുള്ള ഏറ്റവും എന്താണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കറൻസിയാണ് ഇത് ഡോളർ. ഡോളർ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ. ഡോളറിന് ഇപ്പോഴും എന്താണ് വലിയൊരു പവർ ഉണ്ട്. ഡോളറിന് പവർ വേറെ തന്നെ. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും ഓരോ കറൻസി ഉണ്ട്. നമുക്കറിയാം അമേരിക്കൻ ഡോളർ, ഇന്ത്യൻ റുപ്പി, പിന്നെ പല രാജ്യങ്ങൾക്കും പല കറൻസി, ദിനാറ്, റിയാല്, അങ്ങനെ പല പല കറൻസി ഉണ്ട്. പൗണ്ട്, ഷെക്കീല്, ഇങ്ങനെ പല പല കറൻസികൾക്ക് പല പല നെയിമുകളുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളും പല കറൻസിയാണ് ഹോൾഡ് ചെയ്യുന്നത്. യൂറോ, ഇങ്ങനെ എന്താണ് ഇങ്ങനെ പല രീതിയിലും പല പൈസയെ പല പേരിട്ട് വിളിക്കും. ഇന്ത്യയിൽ എന്താ വിളിക്കുക? ഇന്ത്യൻ റുപ്പി എന്നാട്ടോ വിളിക്കുക. ഇന്ത്യയിൽ എന്താ വിളിക്കുക? ഇന്ത്യൻ റുപ്പി എന്നാണ് കേട്ടോ വിളിക്കുക. പലരും കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, മണി ഈസ് വാട്ട് മണി ഡസ്. മണിയുടെ എന്താണ് ഡെഫിനേഷൻ ചോദിച്ച് എഴുതേണ്ട പോയിന്റ് ആണ്. കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, മണി ഈസ് വാട്ട് മണി ഡസ്. പൈസ എന്താണത്? പൈസ ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലേ? പൈസ കൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റും? എല്ലാം നേടാൻ പറ്റും. നിങ്ങൾ പഠിച്ച് നല്ല ജോലിക്ക് പോയി നല്ല പൈസ സമ്പാദിക്കണം. പഠിക്കണം, ജോലിക്ക് പോകണം, പൈസ സമ്പാദിക്കണം. വേണ്ടേ? ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെ. അതിന് നിങ്ങൾ ആദ്യം ഇപ്പം പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങളുടെ ഡ്യൂട്ടി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിക്കുക എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്നത് ബിഫോർ ദ പൈസ വരുന്നതിന് മുമ്പ്, പൈസയ്ക്ക് ഈ നാട്ടിൽ വരുന്നതിന് മുന്നേ നമ്മൾ ഒരു സിസ്റ്റം ആയിരുന്നു ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പൈസയ്ക്ക് ഈ നാട്ടിൽ വരുന്നതിന് മുന്നേ നമ്മുടെ നാട്ടുകാരും നമ്മുടെ പഴയ പൂർവികരൊക്കെ, നമ്മുടെ പഴയ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്? അതിന് വിളിക്കുന്ന പേരാണെന്ത്? ബാർട്ടർ സിസ്റ്റം. എന്താണ് വിളിക്കുക? അതിന് വിളിക്കുന്ന പേരാണെന്ത്? ബാർട്ടർ സിസ്റ്റം കേട്ടോ. എന്താ വിളിക്കുക? ബാർട്ടർ സിസ്റ്റം. പൈസ ഇല്ലാത്ത ഒരു കാലഘട്ടം. പൈസ, അതായത് നമുക്ക് ഇന്ന് കാണുന്ന കറൻസി ഇല്ല, ഗൂഗിൾ പേ ഇല്ല, കോയിനുകളില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ആൾക്കാർ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്? കാരണം പൈസയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണിത് ട്രാൻസാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യാം? പൈസ കൊടുക്കുന്നു, സാധനം കിട്ടുന്നു. ട്രാൻസാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. കൈമാറ്റം, ഈ കൈമാറ്റ വ്യവസ്ഥ. ഇതൊന്നും പൈസ ഇല്ലാതെ, പൈസ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പൈസ കൊടുത്താൽ സാധനം കിട്ടും. പക്ഷെ പൈസ ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ പൈസക്ക് പകരം യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റത്തിന്റെ പേരാണെന്ത്? ബാർട്ടർ സിസ്റ്റം കേട്ടോ. പൈസ വരുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ പേരാണെന്ത്? ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഗുഡ്സ് ബിറ്റ്വീൻ ഗുഡ്സ്. എന്താണ്? ഗുഡ്സ് ബിറ്റ്വീൻ ഗുഡ്സ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുക. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുക. നിങ്ങൾ നോക്കുക, എൻ്റെ കയ്യിൽ കുറച്ച് ചേമ്പ്, ചേന ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ചേന ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ചേന കൃഷിയൊക്കെ നടത്തിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ചേന ഉണ്ടെന്ന് വിചാരിക്കാം. ചേന കേട്ടോ, ചേരയല്ല, ചേന. അറിയില്ല, ചേന. അപ്പൊ എൻ്റെ അയൽവക്കത്തുള്ള ഒരാളുണ്ട്. ഇയാളുടെ കയ്യിൽ എന്തുണ്ട്? വാഴക്കൊല ഉണ്ട്. മനസ്സിലായി? അന്നത്തെ കാലത്ത് ആൾക്കാർ ഇങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ചേന അയാൾക്ക് കൊടുക്കുന്നു, പകരം അയാൾ എന്ത് ചെയ്യും? വാഴക്കൊല എനിക്ക് തരുന്നു. ഗുഡ്സ് ബിറ്റ്വീൻ ഗുഡ്സ്. ചേന കൊടുത്ത് വാഴക്കൊല വാങ്ങുന്നു. നേരെ മറിച്ച് എൻ്റെ കയ്യിലൊരു 5 കിലോ അരിയുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഇടങ്ങഴി അരി, അങ്ങനെയൊക്കെയാണല്ലോ പണ്ട് കാലത്ത് ആൾക്കാർ പറയാ. എൻ്റെ കയ്യിൽ ഇത്ര കിലോ അരിയുണ്ട്. ഈ അരി ഞാൻ എന്താ ചെയ്യുന്നത്? അരി ഞാൻ അപ്പുറത്തുള്ള രാഘവേട്ടന് കൊടുക്കുന്നു. രാഘവേട്ടൻ അതിന് പകരമായിട്ട് രാഘവേട്ടന് ആടിനെ എനിക്ക് തരുന്നു അല്ലേ? ആടിനെ എനിക്ക് തരുന്നു.
മനസ്സിലായില്ലേ? അപ്പോൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുക. ഈ സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാർട്ടർ സിസ്റ്റം എന്നിട്ട് വിളിക്കുക. ബാർട്ടർ സിസ്റ്റം എന്നാണ് വിളിക്കുക. സർ മൈക്രോ എക്കണോമിക്സ് എന്താ കമന്റ് ബോക്സ് എന്താ പറയുക നോക്കട്ടെ, കമന്റ് ബോക്സ് നോക്കട്ടെ, ഇവിടുന്ന് കാണുന്നില്ല. സർ മൈക്രോ എക്കണോമിക്സ് ക്ലാസ് ഉണ്ടാവും. ഉണ്ടാവും, മൈക്രോ എക്കണോമിക്സ് ക്ലാസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, എല്ലാം ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. ഷുവർ, എല്ലാ കാര്യം നമ്മൾ സെറ്റ് ചെയ്യും. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ നോക്കുക എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ബാർട്ടർ സിസ്റ്റം മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്, അല്ലെങ്കിൽ ഗുഡ്സ് ബിറ്റ്വീൻ ഗുഡ്സ്, ഗുഡ്സ് ഫോർ ഗുഡ്സ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുക. ഇവിടെ നോക്കുക, ബനാന കൊടുത്തിട്ട് ആപ്പിൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ആപ്പിൾ കൊടുത്തിട്ട് ബനാന വാങ്ങിക്കുന്നു. സിമ്പിളായിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സാധനങ്ങൾ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഈ സിസ്റ്റം നമ്മൾ എന്ത് വിളിക്കും? ബാർട്ടർ സിസ്റ്റം എന്ന് വിളിക്കും. പക്ഷേ ഇതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കണ്ടില്ലേ? ഇത് പണ്ടത്തെ ഒരു ഫോട്ടോ ആണ്. പല ആൾക്കാർ അരി കൊടുത്ത് മീൻ വാങ്ങുന്നു, ഇയാളുടെ കയ്യിൽ പഴമുണ്ട്, ഇവിടെ എന്താണ് മഴ കൊടുക്കുന്നു, ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം കോഴിമുട്ട കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഓരോ സാധനങ്ങൾ കൈമാറി വാങ്ങിക്കുന്നു. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാം. എനിക്കിപ്പം മീൻ വേണം, അപ്പം ഞാൻ മീൻ വെക്കുന്ന ആളെടുത്ത് പോകുന്നു. ആ മീൻ വെക്കുന്ന ആളെടുത്ത് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലുള്ള ചേനയോ ചേമ്പോ അയാൾക്ക് കൊടുക്കും, പകരമാണ് അയാൾ മീൻ തരിക. അപ്പം അങ്ങനെ നമ്മൾ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓടി നടക്കേണ്ട സാഹചര്യമൊക്കെ വരുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, സാധനങ്ങൾ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. പക്ഷെ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? അപ്പൊ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം? ഈ ബാർട്ടർ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇൻ ബാർട്ടർ സിസ്റ്റം. ഇങ്ങനെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? ഇവിടെ എന്താ പ്രശ്നം? ഇതിന്റെ പ്രശ്നങ്ങൾ നിങ്ങളോട് ചോദിക്കും. 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ 2, 3, 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അത് ഡിപ്പെൻസ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിപ്പെൻസ് ആണ്. വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം? ഈ ബാർട്ടർ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. നോക്കാം. ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം 3 മാർക്കിന്റെ ചോദ്യം കേട്ടോ. എത്ര മാർക്കാ? 3 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് വരാറുണ്ട് ഇത്. നോക്കുക, ഫസ്റ്റ് പോയിന്റ്, ആബ്സെൻസ് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആബ്സെൻസ് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ്, അതായത് നോൺ മാച്ചിങ് ഓഫ് വൺസ്. എടാ ഒന്ന് ആലോചിച്ച് വെക്കാം. എനിക്ക് എന്ത് വേണം? ആടിനെ വേണം. എനിക്ക് ആടിനെ വേണം. അപ്പൊ ഞാൻ ആട് വെക്കുന്ന നബീൽ എന്ന് പറഞ്ഞ ഒരാളടുത്ത് പോയി. നബീൽ എന്ന് പറഞ്ഞ ആളാണ് അവിടെ ആട് വെക്കുന്നത്. അപ്പൊ നബീലിന്റെ അടുത്ത് ഞാൻ ആട് വാങ്ങിക്കാൻ വേണ്ടി പോയി. എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു 4 കെട്ട് ചീരയാണുള്ളത്. ചീര നമ്മളെ ചീരല്ലേ, ചീരപ്പേരി. മറ്റേ പോപ്പായി എന്ന് പറഞ്ഞ ആളുണ്ട്, ചീര കഴിച്ചിട്ട് മസിൽ വെക്കുന്ന ഒരാള്. അതുപോലെ ചീരയായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ ചീര എന്ത് ചെയ്ത് ആർക്ക് കൊടുക്കാൻ പോയി? നബീലിന് കൊടുക്കാൻ പോയി. കാരണം എനിക്ക് ആട് വേണം. പക്ഷെ എന്താണ്? നബീലിന് എന്ത് വേണ്ട? ചീര വേണ്ട. നബീലിന് ചീര വേണ്ട, പക്ഷെ എനിക്ക് ആടിനെ വേണം. കാരണം രണ്ടാൾക്കും ഇത് മാച്ച് ആവണം. ഒരേ സമയം എനിക്ക് ആടിനെയും വേണം, നബീലിന് ചീരയും വേണം. ഈ സമയത്ത് മാത്രം എന്ത് നടക്കുള്ളൂ? ട്രാൻസാക്ഷൻ പോസിബിൾ ആവുള്ളൂ. ഡബിൾ കോ ഇൻസിഡൻസ് ഓഫ് വാൺസ്, രണ്ടും ഒരേ സമയം സംഭവിച്ചാൽ മാത്രം എന്തുള്ളൂ? കച്ചവടം നടക്കുള്ളൂ. ഒരാൾക്ക് എനിക്ക് ആടിനെ വേണം, പക്ഷെ നബീലിന് ചീര വേണ്ട, നടക്കൂല. അത് പ്രശ്നമല്ലേ? അപ്പൊ ഈ സിസ്റ്റം മുന്നോട്ട് പോവോ? ഇല്ല, ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ആബ്സെൻസ് ഓഫ് ഡബിൾ കോ ഇൻസിഡൻസ് ഓഫ് വാൺസ്, അതായത് നോൺ മാച്ചിങ് ഓഫ് വാൺസ്. വാണ്ടുകൾ, ആവശ്യങ്ങൾ മാച്ച് ചെയ്യുന്നില്ല. രണ്ടാളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? മാച്ച് ചെയ്യുന്നില്ല. ഈ രണ്ടാമത്തെ പോയിന്റ്, ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. എന്താണ് ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ? എടാ എൻ്റെ കയ്യിലുള്ളത് സ്വർണമാണെന്ന് വിചാരിക്കാം. സ്വർണം ഒരു കിഴി നിറച്ചും സ്വർണ്ണ നാണയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയം കൊടുത്തിട്ടാണ് എന്ത് വാങ്ങിക്കുന്നത്? ഒരു വാഴക്കൊല വാങ്ങിക്കുന്നത്. ഒന്ന് ആലോചിച്ച് വെക്കാം, സ്വർണം കൊടുത്തിട്ട് വാഴക്കൊല വാങ്ങിക്കുന്നത്. ഇവിടെ എന്താണ്? മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചില സാധനത്തിന്റെ വില ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മെഷർ ചെയ്യാൻ പറ്റൂല. ആവശ്യം നടക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, ഓരോന്നിന്റെ കമ്മോഡിറ്റിയുടെ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ആവശ്യങ്ങൾ മാത്രം നടന്നു പോകും, കമ്മോഡിറ്റീസിന്റെ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ്. എന്ത്? ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. അടുത്തത് എന്താണ്? ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. ചില സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്താക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ കയ്യിലുള്ളത് എന്താണ്? കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചീര, തക്കാളി, ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഉള്ളത്. വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം ഒരാഴ്ച വേണ്ട, ഒരു 3 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ തന്നെ ഇതെന്ത് ചെയ്യും, കേടുവരും.
അതുകൊണ്ട് പിന്നെ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ കുറേ കാലം നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്ത് കയ്യിൽ വെക്കാൻ പറ്റൂല. ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് നഷ്ടപ്പെട്ടു പോവും. ഒരു സമയം കഴിഞ്ഞത് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നശിച്ചു പോവും. സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂല. അപ്പൊ എല്ലാ കമ്മോഡിറ്റീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സ്റ്റോർ ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റൂല. അതുകൊണ്ട് വേഗം വേഗം എന്ത് ചെയ്യേണ്ടി വരും, ആർക്കെങ്കിലും കൊടുത്തിട്ട് വേറെ സാധനം വാങ്ങിച്ചു കൊണ്ടുവരേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ സ്റ്റോറിങ് ഈസ് വെരി ഒരു കോമൺ പ്രോബ്ലമാണ് നമുക്ക്. അപ്പൊ ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് വെച്ചാൽ എന്താ, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്, ഡ്രോബാക്സ് ആണ്. ഈ പോയിന്റ്സ്, ഈ യെല്ലോ ലൈൻ ഇട്ട പോയിന്റ്സ് എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്തത് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, അണ്ടർ ദിസ് സിസ്റ്റം ഡിഫേർഡ് പേയ്മെന്റ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പേയ്മെന്റ്സ് ആട്ടോ. ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു സിസ്റ്റം വെച്ച് പേയ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റൂല. ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വലിയ പേയ്മെന്റ്സ്, ഭാവിയിൽ ഇതിന്റെ വില കുറയും അല്ലേ. ഭാവി ആകുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സാധനത്തിന്റെ വില കുറയാണ് ചെയ്യുക. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. നോക്കാം, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്, അതായത് ഡിഫിക്കൽട്ടി ഓഫ് ഫ്യൂച്ചർ പേയ്മെന്റ്സ്. ഫ്യൂച്ചർ പേയ്മെന്റിലുള്ള ഡിഫിക്കൽറ്റിനാണ് നമ്മൾ എന്താ പറയുക, ഡിഫേർഡ് പേയ്മെന്റ്സ്. നോക്കാം, under this system it is not easy to lend goods to other because the value of goods may be fall in future. ഭാവിയിൽ എന്ത് ചെയ്യാം, ചില ഗുഡ്സിന്റെ പ്രൈസ് എന്ത് ചെയ്യാം, ഇടിയാം അല്ലേ. തക്കാളിയൊക്കെ കുറച്ച് കാലം കയ്യിൽ വെച്ചാൽ കേടുവരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, കുറച്ച് സമയം കയ്യിൽ വെച്ചാൽ എന്ത് ചെയ്യും, അത് കേടുവരും. അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. കുറച്ച് കാലം കയ്യിൽ വെച്ചാൽ എന്ത് ചെയ്യും, അതിന് പ്രോബ്ലം സംഭവിക്കും. ഇറ്റ്സ് എ കോമൺ പ്രോബ്ലം അല്ലേ. ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഗുഡ്സ്, നമ്മൾ ഗുഡ്സ് ബിറ്റ്വീൻ ഗുഡ്സ് ആണല്ലോ ബാർട്ടർ സിസ്റ്റം. അപ്പൊ ഒരു ഗുഡ് കുറെ കാലം കയ്യിൽ വെച്ചാൽ ഭാവിയിൽ അതിന് വലിയ വില കിട്ടൂല. അതോടുകൂടി ഈ ബാർട്ടർ സിസ്റ്റം എന്താണ്, ഫ്യൂച്ചർ പേയ്മെന്റിന് ഉപകാരപ്രദമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് പ്രോബ്ലം ഓഫ് ഡിവിസിബിലിറ്റി. ചില ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. എനിക്ക് എന്താണ്, എനിക്ക് വേണ്ടത് ആടിനെയാണ്, പക്ഷെ അയാൾ എനിക്ക് എന്താ ചെയ്യുക, എന്നോട് ഒരു പകുതി ആടിനെ തരാൻ പറ്റുള്ളൂ, പക്ഷെ എനിക്ക് വളർത്താനാണ് ആടിനെ വേണ്ടത്. പറ്റുമോ? പോസിബിൾ അല്ല. ചില ഗുഡ്സ് ഒന്നും പകുതിയാക്കി കൊടുക്കാൻ പറ്റൂല. ജീവനുള്ള സാധനം പകുതിയാക്കി കൊടുക്കാൻ പറ്റുമോ? എനിക്ക് വളർത്താനാണ് ആട് വേണ്ടത്. ഞാൻ നബീലിന്റെ അടുത്ത് പോയിട്ട് ആട് വാങ്ങിക്കാൻ പോയി. ഈ നബീൽ പറഞ്ഞ് ആടിനൊക്കെ തരാം, പക്ഷെ എനിക്ക് എന്ത് പറ്റൂല, പകുതി ആടിനെ തരാൻ പറ്റുള്ളൂ, എനിക്ക് വേണ്ടത് വളർത്താനാ. അപ്പൊ ആടിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചില ഗുഡ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിവിസിബിലിറ്റി പോസിബിൾ അല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ഈ 5 പോയിന്റ്സ് ആണ് എന്ത്, drawbacks of barter system. First one, double coincidence of wants. രണ്ടാമത്തെ lack of measure of value, lack of store of value. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, lack of standard of deferred payments. The fifth one, problem of divisibility. 5 പോയിന്റ് പഠിച്ചു വെക്കാം. 5 പോയിന്റ് എക്സാമിന് 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ the most important, the most easiest question ആണെന്ന് അല്ലേ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ മക്കളെ? ഓക്കെ ആണ് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. 5 പോയിന്റ്സ് വൃത്തിക്ക് പഠിച്ചു വെക്കാം. വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം? ബാർട്ടർ സിസ്റ്റം എന്താ, ഗുഡ്സ് ബിറ്റ്വീൻ ഗുഡ്സ്. ഇപ്പൊ ബാർട്ടർ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ചോദ്യം വരാറുണ്ട്. നിങ്ങൾ ഈ 5 പോയിന്റ്സ് വൃത്തിക്ക് പഠിച്ചു വെക്കാം. ഓക്കെ ആണേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ സെറ്റ് എന്നൊന്ന് നിങ്ങൾ കമന്റ് ഇടും കേട്ടോ. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ചോദിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പോയിന്റ് സെറ്റ്. ഓക്കെ, നോക്കാം. ഫങ്ഷൻസ് ഓഫ് മണി. എന്താണ് പൈസയുടെ ധർമ്മം? ഫങ്ഷൻസ് ഓഫ് മണി എന്ന് വെച്ചാൽ എന്താണ് അല്ലെ? പൈസനെ കൊണ്ട് എന്തൊക്കെയോ ഉപകാരങ്ങളുണ്ട്. പൈസയെ കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഉപകാരം, ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് നോക്കട്ടെ. എന്താ കമന്റ് ബോക്സിൽ? സാറും സെറ്റ്, ക്ലാസ്സും സെറ്റ്, താങ്ക് യു. ഒന്നുമില്ലടാ, 2 പോയിന്റ് സെറ്റ് സാർ. അത് മതി, അത് കേട്ടാൽ മതി. ഓക്കെ, അത് മതി. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സിനും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും വരട്ടെ. പഠിക്കാതെ അട്ടം നോക്കി തിരുവനന്തപുരം ആകാശവാണി ആലപ്പുഴ നോക്കി നിൽക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. നിങ്ങൾ നോക്കുക, ഫങ്ഷൻസ് ഓഫ് മണി. പൈസയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് പൈസയുടെ ധർമ്മങ്ങൾ? എന്തൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് പൈസ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ നോക്കാം. 3 ഫങ്ഷൻസ് ഉണ്ട്. പ്രൈമറി ഫങ്ഷൻ നിങ്ങൾ നോക്കാം. നമ്മളതിൽ പ്രൈമറി ഫങ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻ ഉണ്ട്, കോണ്ടിജന്റ് ഫങ്ഷൻ. ഏതൊക്കെയാണ്?
പ്രൈമറി, സെക്കൻഡറി, കോണ്ടിജന്റ് ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ 3 വിധത്തിലാണ്: പ്രൈമറി, സെക്കൻഡറി, കോണ്ടിജന്റ് ഫംഗ്ഷൻ. പ്രൈമറി, സെക്കൻഡറി ആൻഡ് കോണ്ടിജന്റ് ഫംഗ്ഷൻ. ഇങ്ങനെ 3 ഫംഗ്ഷൻസ് ആണ് എന്തുള്ളത്? ഫംഗ്ഷൻസ് ഓഫ് മണി. ചോദിക്കും 3 മാർക്ക് കേട്ടോ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അല്ലെങ്കിൽ 3 മാർക്കിന്റെ ചോദ്യക്കാണ് ചോദിക്കാറുള്ളത്. ഫംഗ്ഷൻസ് ഓഫ് മണി കേട്ടോ. സാർ കഴിച്ചോ? എന്താ കഴിച്ചത്? ഫുഡോ? വരുന്ന വഴിക്ക് ഞാൻ എന്ത് ചെയ്ത് ചായ കുടിച്ചു. എൻ്റെ 2 ഫ്രണ്ട്സ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കാത്തു നിന്നത്. അപ്പോൾ അവരെ കൂടെ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചു കേട്ടോ. ഓക്കെ, അവരിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താണ് ഫങ്ഷൻസ് ഓഫ് മണി? അതെന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രൈമറി ഫംഗ്ഷൻ, അതായത് ഒരു പൈസയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താ? മെയിൻ ഫങ്ഷൻസ്. പൈസയുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് പൈസയുടെ മെയിൻ ഫംഗ്ഷൻ? ഫസ്റ്റ് വൺ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. എല്ലാവർക്കും അറിയാം പൈസ എന്തിനു വേണ്ടിയിട്ടാ? എക്സ്ചേഞ്ച് പർപ്പസിന് വേണ്ടി. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഞാൻ ആ കടയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? ലേസ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മഞ്ചാടി സിപ്പപ്പ് വാങ്ങിക്കുന്നു. മഞ്ചാടി സിപ്പപ്പ് എനിക്ക് വളരെ ഇഷ്ടമുള്ള സാധനം, മഞ്ചാടി സിപ്പപ്പ്. ഞാനത് വാങ്ങിക്കുമ്പോൾ ഞാൻ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. 5 രൂപയാണ് മഞ്ചാടി സിപ്പപ്പിന്. ചേട്ടാ ഒരു 4 എണ്ണം എടുത്തോളി. മാങ്ങൻ്റെ ഫ്ലേവർ, പൈനാപ്പിളിൻ്റെ ഫ്ലേവർ, മിക്സഡ് ഫ്ലേവർ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം കക്കിരി അല്ലേ, അതായിരുന്നു. അതിപ്പം മാർക്കറ്റിൽ കിട്ടാനില്ല. ഈ 4 എണ്ണം 20 രൂപ കൊടുത്തു, സാധനം തന്നു. ഓക്കെ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. സിമ്പിളായിട്ട് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. എന്തിനു വേണ്ടിയിട്ടാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്? പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു. ഇതാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. രണ്ടാമത്തെ എന്താണ്? മെഷർ ഓഫ് വാല്യൂ. സാധനങ്ങളുടെ വില അളക്കാൻ വേണ്ടിയിട്ട് മെഷർ ഓഫ് വാല്യൂ. എന്താണ്? iPhone 16 Pro അല്ലെങ്കിൽ iPhone 17 Pro, ഇതിനൊരു വിലയുണ്ട്, ഇതിനൊരു പ്രൈസ് ഉണ്ട് അല്ലേ? മനസ്സിലായില്ലേ? ഉപ്പ്, ഒരു പാക്കറ്റ് ഉപ്പ്, അതിനൊരു പ്രൈസ് ഉണ്ട്. 1 കിലോ തക്കാളി, ഇതിനൊരു വിലയുണ്ട്. അതിനൊരു എന്തുണ്ട്? മെഷർ ചെയ്യാൻ വേണ്ടി. എന്തിന്റെ രൂപത്തിൽ നമ്മൾ മെഷർ ചെയ്യുക? പ്രൈസിന്റെ രൂപത്തിലാണ് മെഷർ ചെയ്യുക, പൈസയുടെ രൂപത്തിലാണ് മെഷർ ചെയ്യുക. മനസ്സിലായില്ലേ? പൈസയുടെ പ്രധാനപ്പെട്ട ധർമ്മമാണ് എന്ത്? മെഷർ ഓഫ് വാല്യൂ. സാധനങ്ങളുടെ വാല്യൂ മെഷർ ചെയ്യുക, സാധനങ്ങളുടെ വില എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. 2 ഫംഗ്ഷൻ. ഓക്കെ, അടുത്തത് സെക്കൻഡറി ഫംഗ്ഷൻ കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് പൈസയുടെ പ്രൈമറി ഫംഗ്ഷൻസ് പറഞ്ഞു. ഇനി നമ്മൾ എന്താ പറയുന്നത്? പൈസയുടെ സെക്കൻഡറി ഫംഗ്ഷൻ. സെക്കൻഡറി ഫംഗ്ഷനിൽ ഫസ്റ്റ് ഏതാണ്? സ്റ്റാൻഡേർഡ് ഫോർ ഡിഫേർഡ് പേയ്മെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭാവിയിൽ നമുക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാം, ഫ്യൂച്ചർ പേയ്മെന്റ്സ് നടത്താം. പൈസ ഉപയോഗിച്ചിട്ട് ഏത് കാലത്ത് വേണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് നടത്തിക്കൂടെ? ഏത് കാലത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പൈസ കൊടുത്തിട്ട് പേയ്മെന്റ് നടത്താം. ഏത് കാലത്ത് വേണമെങ്കിലും പൈസ കൊടുത്തിട്ട് പേയ്മെന്റ് നടത്താം. നിങ്ങൾ നോക്കാം, മണി ഈസ് ആക്സെപ്റ്റഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്. Deferred payments refers to those payments which are made sometimes in the future. എപ്പോൾ വേണമെങ്കിലും പൈസ കൊടുക്കാം അല്ലേ? ഏത് കാലത്ത് വേണമെങ്കിലും. ഡിഫേർഡ് പേയ്മെന്റ്സ് ഫ്യൂച്ചർ പേയ്മെന്റ്സ് അല്ലേ? ഞാൻ പറയാം, ഞാൻ അടുത്ത ആഴ്ച എനിക്ക് പൈസ തരാം, ഓക്കെ ആണ്. അടുത്ത ആഴ്ച എനിക്ക് 2000 രൂപ തരാനുള്ളത് തരാം, ഓക്കെ ആണ്. അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ തിരിച്ചു തരാനുണ്ട്, ഞാൻ തരാം, ഓക്കെ ആണ്, ഒരു പ്രശ്നമില്ല. അപ്പൊ പൈസ ഫ്യൂച്ചറിലി ആക്സെപ്റ്റബിൾ ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡിഫേർഡ് പേയ്മെന്റ്സ്. അതായത് സ്റ്റാൻഡേർഡ് ഫോർ ഡിഫേർഡ് പേയ്മെന്റ്സ്. പൈസ, മണി എന്ന് പറയുന്നത് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സെപ്റ്റബിൾ ആണ്, വിച്ച് ഈസ് കോൾഡ് ഡിഫേർഡ് പേയ്മെന്റ്സ്. അടുത്തത് സ്റ്റോർ ഓഫ് വാല്യൂ കേട്ടോ. സ്റ്റോർ ഓഫ് വാല്യൂ, പൈസ എടുത്തു വെക്കാം. വെൽത്ത് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് മണി. നമ്മൾ പൈസ അങ്ങനെ അലമാറയിൽ ഇങ്ങനെ അട്ടി ഇങ്ങനെ പൈസ വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ എടുത്തു വെക്കാം. ബാങ്കിൽ നമുക്ക് പൈസ ഇങ്ങനെ എടുത്തു വെക്കാം, സ്റ്റോർ ചെയ്ത് വെക്കാം. പൈസയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. കെട്ട് പൈസ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മളെ മറ്റേ കുടുക്കയിൽ നമുക്ക് എന്ത് ചെയ്യാം? പൈസ സ്റ്റോർ ചെയ്ത് വെക്കാം. പൈസ എങ്ങനെ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതും പൈസയുടെ എന്താണ്? ഫംഗ്ഷൻ ആണ്. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. മണി ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ വാല്യൂ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ട്രാൻസ്ഫർ ചെയ്യുക. പൈസ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. പൈസയുടെ മൂല്യം എന്താണ്? അല്ലെങ്കിൽ പൈസയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫറബിൾ ആണ്. നിങ്ങൾക്ക് കോമൺലി അറിയുന്ന കാര്യമാണ്, എല്ലാവരും പഠിച്ച കാര്യമാണ്. മനസ്സിലായില്ലേ? കോമൺലി എല്ലാവർക്കും അറിയുന്ന കാര്യം കേട്ടോ. മീഡിയം ഓഫ് എക്സ്ചേഞ്ചോ? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? എടാ പൈസ എന്തിനാ? എടാ നീ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാറില്ലേ? പൈസ പീടികയിൽ പോയിട്ട് അല്ലെങ്കിൽ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാറില്ലേ? അപ്പൊ നീ എന്ത് ചെയ്യും? പൈസ കൊടുക്കുന്നു, പകരം സാധനം കിട്ടുന്നു. അതാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. എടാ ഞാന് അപ്പുറത്തുള്ള കടയിൽ പോയിട്ട് മന്തി കഴിച്ച്, നല്ല പിരി അൽഫാം മന്തി കഴിച്ച്, ഞാൻ അവിടെ പോയിട്ട് അയാൾക്ക് എന്ത് ചെയ്ത്? ചാറ്റ ബൈ പറഞ്ഞ അയാൾ എനിക്ക് ഇന്നെ വെറുതെ വിടുവോ? ഇല്ല, ഞാൻ അയാൾക്ക് പൈസ കൊടുക്കണം. അവിടെ പോയിട്ട് അല്ലെങ്കിൽ നല്ല ബർഗർ കിട്ടുന്ന, ഞാൻ ബർഗർ ലോഞ്ച് പോയിട്ട് ഞാൻ എന്ത് ചെയ്ത്? ബർഗർ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പേയ്മെന്റ് നടത്തണം, പൈസ കൊടുക്കണം. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഈ നാട്ടിൽ എല്ലായിടത്തും പൈസ എന്താണ്? മീഡിയം ആണ്.
പൈസ കൊടുത്താലേ നമുക്ക് സാധനം കിട്ടുള്ളൂ, കോമൺ കാര്യം. പൈസ കൊടുത്താലല്ലടാ നമുക്ക് എന്ത് കിട്ടുക? പൈസ കൊടുത്താലേ നമുക്ക് സാധനം കിട്ടുള്ളൂ. അതാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇല പെറുക്കി, കുറച്ച് പ്ലാവിൻ്റെ ഇല പെറുക്കിയിട്ട് 1 2 3 4 അവിടെ കൊടുത്താൽ അവരിത് എടുക്കുമോ? ഇല്ല. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഇവിടെ പൈസയാണ്. ഞാൻ പകരം 500-ന്റെ നോട്ട് ഇങ്ങനെ എണ്ണി കൊടുത്ത് അവർ വാങ്ങിക്കും. ഞാൻ ഇങ്ങനെ പ്ലാവിൻ്റെ ഇല അല്ലെങ്കിൽ തേക്കിൻ്റെ ഇല എണ്ണി കൊടുത്ത് അവർ എനിക്ക് എന്ത് തരൂല? മന്തി തരൂല, മനസ്സിലായില്ലേ? ബർഗർ തരൂല, അൽഫാമും ഷവർമയും ഷവായ ഒന്നും തരൂല. പകരം എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. അതാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് കേട്ടോ. സിമ്പിൾ കാര്യം. അടുത്തെന്താണ്? കോണ്ടിജന്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ബേസിസ് ഓഫ് ക്രെഡിറ്റ്. കടം കൊടുക്കാം, പൈസ നമുക്ക് എന്ത് ചെയ്യാം? കടം കൊടുക്കാം. ബേസിസ് ഓഫ് ക്രെഡിറ്റ്, കടം കൊടുക്കാൻ വേണ്ടി പൈസ ഉപയോഗിക്കും. എല്ലാവർക്കും അറിയാം, കടം കൊടുത്തൂടെ? അടുത്തത് ലിക്വിഡിറ്റി മീൻസ് എന്താ? ഇറ്റ് മീൻസ് റെഡി പർച്ചേസിംഗ് പവർ. മണി പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? പൈസ എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താണ്, നമുക്ക് എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റും എന്ന മീനിങ്ങിൽ ജസ്റ്റ് പഠിച്ചു വെക്കാം. അടുത്ത് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം. രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് പൈസയുടെ രൂപത്തിലാണ് കേട്ടോ. രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് പൈസയുടെ രൂപത്തിലാണ് രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. നമ്മൾ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പോയി കാണുക. അതിൽ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. ലാസ്റ്റിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടത്? NDPFC അല്ല, GNPMP, GNPFC, NNPMP, NNPFC, GDPMP, GDPFC, NDPFC, NDPMP. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 8 മാർക്കിന്റെ ഒക്കെ essay ക്വസ്റ്റ്യൻ വരുന്ന സാധനമാണ്. വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പോയി ക്ലാസ് കേട്ട് പഠിക്കുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, കുത്തി ഇരുന്ന് പഠിക്കുക. മനസ്സിലായില്ലേ? ഇരുന്ന് പഠിക്കുക, വേറെ അതിൽ വർത്താനൊന്നും ഇല്ല കേട്ടോ. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, ഗുഡ് ഈവനിങ്. നോക്കാം. അപ്പം ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? പൈസയുടെ ഫംഗ്ഷൻ, മണിയുടെ ഫംഗ്ഷനും. അപ്പം ഫങ്ഷൻസ് ഓഫ് മണി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3: പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ, കോണ്ടിജന്റ് ഫംഗ്ഷൻ. പ്രൈമറി ഫംഗ്ഷനിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? പോയിന്റ് ഒന്നും കൂടെ നോക്കുക. പ്രൈമറി ഫംഗ്ഷൻ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ. കേട്ടോ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ. സെക്കൻഡറി ഫംഗ്ഷനിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർ ഡിഫേർഡ് പേയ്മെന്റ്, സ്റ്റോർ ഓഫ് വാല്യൂ, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. പിന്നെ നമ്മൾ പറയുന്നത് കോണ്ടിജന്റ് ഫംഗ്ഷൻ എന്താണ്? ബേസിസ് ഓഫ് ക്രെഡിറ്റ്, ലിക്വിഡിറ്റി, മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ ആണ്. പോയിന്റ്സ് ഓക്കെ ഇല്ലേ? സെറ്റ് ഇല്ലേ? ജസ്റ്റ് നോക്കട്ടോ. ഞാൻ കമന്റ് ബോക്സ്, എനിക്ക് കമന്റ് ബോക്സ് ഇടുന്ന കാണുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കുന്നത്. സാർ സീനാണ്. എന്ത് സീന്? നിങ്ങളെ ക്ലാസ് ഇരുന്ന് കുത്തിയിരുന്ന് കേൾക്കുക, എന്നിട്ട് പഠിക്കുക. അതിൽ വേറെ വർത്താനൊന്നുമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ട് നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും ടീച്ചേഴ്സും ഞെട്ടണം. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും പേടിക്കണം. മാർക്ക് ഇല്ല എന്നല്ലോ, മാർക്ക് കണ്ടിട്ട്. സർ ആപ്കാ നാം ക്യാ ഹേ? എൻ്റെ പേര്. ആപ്കാ നാം ക്യാ ഹേ? അതൊരു നല്ല ചോദ്യമാണ്. എൻ്റെ പേര് സിറാജ്. ഓക്കെ, സിറാജ് മുഹമ്മദ്, ഇതാണ് എൻ്റെ പേര്. യു ക്യാൻ കോൾ മീ സിജു. ഓക്കെ, സിജു എന്ന് വിളിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, സിജു എന്നാണ് എന്നെ വിളിക്കാറുള്ളത്. നിങ്ങൾ സിജു എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ഇറ്റ്സ് കംഫർട്ടബിൾ ഫോർ മീ. ഓക്കെ, സിജു. അടുത്ത് എന്താണ് ക്യാഷ്ലെസ് ഓർ ഡിജിറ്റൽ എക്കോണമി? ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എടാ, ഗൂഗിൾ പേയിൽ എനിക്കൊരു 10 ഉറുപ്പ്യ അയച്ചു തരുമോ? ഗൂഗിൾ പേയിൽ എനിക്കൊരു 50 ഉറുപ്പ്യ അയച്ചു തരുമോ? ഗൂഗിൾ പേയിൽ എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, ഒരു 100 ഉറുപ്പ്യ അയച്ചു തരുമോ? മന്തി കഴിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒരു 110 ഉറുപ്പ്യ അയച്ചു തരുമോ? അല്ലെങ്കിൽ 150 ഉറുപ്പ്യ അയച്ചു തരുമോ? എങ്ങനെ അയച്ചു കൊടുക്കുക? ഫോൺ എടുക്കുന്നു, നേരെ നിൽക്കുന്നു, ഗൂഗിൾ പേ ഓപ്പൺ ആക്കുന്നു, പേര് സെർച്ച് ചെയ്യുന്നു, നമ്പർ സെർച്ച് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു, കഴിഞ്ഞു, ഖതം, ബൈ, ടാറ്റ. ഇത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിളായിട്ട് പൈസ വെച്ച് കൊടുക്കാം. ക്യാഷ്ലെസ് എക്കോണമി എന്ന് വെച്ചാൽ എന്താ? സിജു സാർ, അതന്നെ. ഓക്കെ, മനസ്സിലായില്ലേ? എന്താണ് കേൾക്കട്ടെ? സർ എന്ന് വിളിക്ക. ഓക്കെ, ആസ് യു വിഷ്, നോ പ്രോബ്ലം കേട്ടോ. സിജു, യു ക്യാൻ കോൾ മീ സിജു. ഓക്കെ, അത് മതി. അതന്നെ, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. എടാ, ക്യാഷ്ലെസ് എക്കോണമി എന്ന് വെച്ചാൽ എന്താ? പൈസ ഇല്ലാത്തൊരു എക്കോണമി. പൈസ ഇല്ലാത്ത മീൻസ്, എടാ എൻ്റെ ഇപ്പം ഞാനൊരു ഫാക്റ്റ് പറയാം. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ രാവിലെ എന്താണ് കോഴിക്കോടിൽ, ഞാൻ കാലിക്കറ്റ് ആണ്, കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ട് നല്ല ഐശ്വര്യതയും നല്ല എന്താണ് കല്ലുമ്പക്കായും നല്ല ഹൽവയും, അതുപോലെ തന്നെ ഞങ്ങളവിടുത്തെ ഫേമസ് ബിരിയാണി, കുറ്റിച്ചുറ ബിരിയാണി സെൻറ്റർ, ഹുസൈൻസ് ബിരിയാണി സെൻറ്റർ, പാരഗണ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നല്ല ഫുഡ് സ്ട്രീറ്റും എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. സൈൻ ലബാലിലൊക്കെ പോയിട്ട് നല്ല എന്താണ്
ചീസ് ബോംബ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. പിസ്താഷ്യൂവിൻ്റെ ഒക്കെ എന്താണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുനാഫ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കഴിക്കുമ്പം ഞാൻ പേഴ്സ് കൊണ്ടുപോകാറില്ല. ഞാൻ ഫാക്റ്റ് പറയാം, ഞാൻ പേഴ്സ് കൊണ്ടുപോകാറില്ല. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് പേഴ്സ് കൊണ്ടുപോകാറില്ല. പേഴ്സ് ഞാൻ എടുക്കൂല. എൻ്റെ കയ്യിൽ പൈസയും ഉണ്ടാവില്ല. ഞാൻ എന്ത് ഉപയോഗിച്ചാൽ പേ ചെയ്യുക? എൻ്റെ ഫോൺ ഉപയോഗിച്ചാൽ പേ ചെയ്യുക. ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ പേടിഎം ആപ്പുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? പേ ചെയ്യുക. കയ്യിൽ പൈസ വെക്കൂല. എത്ര പൈസ വേണമെങ്കിൽ എനിക്ക് പേ ചെയ്യാൻ പറ്റും. മനസ്സിലായി? എത്ര പൈസ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയക്കാൻ പറ്റും. ഓക്കെ. മലപ്പുറം, മലപ്പുറം നല്ല നാട് തന്നെയാണ്. അത്രയും സ്നേഹമുള്ള നാട്. എല്ലാ നാടും നമുക്ക് ഒരുപോലെ അല്ലേ? എല്ലാ നാടും ഒരുപോലെ തന്നെ കേട്ടോ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാ നാടും ഒരുപോലെയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പേ ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ കയ്യിൽ ഞാൻ പൈസ ഒന്നും കൊണ്ടുപോയില്ല, ഫോൺ ഉപയോഗിച്ചിട്ട് പേ ചെയ്യും. സിമ്പിളായിട്ട്. ഇത് തന്നെയാണ് എന്താണ് ഡിജിറ്റൽ എക്കോണമി എന്ന് പറയുന്നത് കേട്ടോ. ഡിജിറ്റൽ എക്കോണമി നിങ്ങൾ നോക്കുക, എന്താണ് ഡിജിറ്റൽ എക്കോണമി? In a digital economy, transactions are done through the transfer of digital information. നമ്മൾ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടോ മീഡിയാസ് ഉപയോഗിച്ചിട്ടോ നമ്മൾ പേ ചെയ്യുക. Today, digital transaction or cashless transactions are increasing because of the spread of smartphones. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട് അല്ലേ? എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത് പോലും സ്മാർട്ട് ഫോണിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. സ്മാർട്ട് ഫോൺ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ക്ലാസ് കേൾക്കുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ക്ലാസ് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പൈസ അയക്കുന്നതും നമ്മുടെ സാലറി അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ, നമ്മൾ ആർക്കൊക്കെ പൈസ അയച്ചു, ഇങ്ങനെ എല്ലാ ഫാക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യും? ഈ ആപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കാം. ഇൻ ഇന്ത്യ ഗവൺമെന്റ് പ്രൊമോട്ട്സ് ഡിജിറ്റലൈസേഷൻ. ഗവൺമെന്റ് നന്നായിട്ട് ഡിജിറ്റൽ എക്കോണമിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻ ഗ്രേറ്റർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ജൻധൻ അക്കൗണ്ട്സ്, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, ഇ വാലറ്റ്സ് എക്സെട്ര ഹാവ് സ്ട്രെങ്തൻഡ് ദ ഗവൺമെന്റ്സ് എഫേർട്ട് ടു പുട്ട് ഇൻ എ ക്യാഷ്ലെസ് സിസ്റ്റം. നിങ്ങൾക്ക് എന്ത് ചെയ്താം? ജിപേ ചെയ്താം. ജിപേ, ഫോൺ പേ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഫോൺ പേ, പിന്നെ കുറെ ഉണ്ട്, ഇങ്ങനത്തെ കുറെ ആപ്പുകളുണ്ട്. പേടിഎം കരോ അല്ലേ? പേടിഎം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡിജിറ്റൽ എക്കോണമി. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡിജിറ്റൽ എക്കോണമി. സിമ്പിൾ ആണ്, വലിയ ടഫ് ഒന്നും അല്ല, എല്ലാവർക്കും അറിയുന്ന സാധനമാണ് എന്താണ് ഡിജിറ്റൽ എക്കോണമി എന്നുള്ളത് കേട്ടോ. അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഇതൊരു ചോദ്യം വരാറുണ്ട്, ഡിമാൻഡ് തിയറീസ് ഓഫ് മണി. ഇനി പൈസയുടെ കുറച്ച് തിയറിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ പൈസയുടെ തിയറിയിലേക്കാണ്, പൈസയുടെ ഡിമാൻഡ് തിയറിയിലേക്ക്. പൈസ എന്തിനാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് പൈസയുടെ അല്ലെങ്കിൽ മണിയുടെ ഡിമാൻഡ് പറയും, പിന്നെ നമ്മുടെ പൈസയുടെ അല്ലെങ്കിൽ മണിയുടെ സപ്ലൈനെ കുറിച്ച് പറയും. നമുക്ക് പ്രധാനമായിട്ട് എക്കണോമിക്സിൽ എന്താണ്? ഡിമാൻഡും സപ്ലൈ ആണ് പറയാനുള്ളത്. ഡിമാൻഡും സപ്ലൈയും ആണ് പറയാനുള്ളത്. ഡിമാൻഡ് അതായത് നമുക്ക് എന്താണ്? ഡിമാൻഡ് പൈസയുടെ അല്ലെങ്കിൽ മണി ഡിമാൻഡ് തിയറീസ് 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 തിയറീസ് ഉണ്ട്. മനസ്സിലാക്കുക, നമ്മുടെ ഡിമാൻഡ് തിയറി ഫോർ മണി എന്ന് പറയുന്നത്, ഡിമാൻഡ് തിയറി ഓഫ് മണി എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, പ്രീക്യൂഷണറി ഡിമാൻഡ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. 3 തിയറീസ് ഉള്ളത്. ഡിമാൻഡ് ഫോർ മണി തിയറീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. 3 തിയറികളുണ്ട്. ഏതൊക്കെയാ? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, പ്രിക്യൂഷണറി ഡിമാൻഡ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഈ 3 തിയറീസ് പഠിച്ചു വെക്കണേ. ഡിമാൻഡ് ഫോർ മണി തിയറീസും ചോദിക്കാറുണ്ട്. ഇത് നമുക്കൊന്നും ഒഴിച്ചുവിടാൻ പറ്റൂല. കാരണം എന്താ? ഏത് തിയറീസും ചോദിക്കാം, ഏത് പോയിന്റ്സും ചോദിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരോ പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോ ചാപ്റ്ററിലുള്ള ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അരച്ച് കലക്കി കുടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളത് പഠിച്ചെടുത്ത് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ വരാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? നോക്കുക, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, പ്രീക്യൂഷണറി ഡിമാൻഡ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇത് 3 നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ ഇപ്പോഴും ഒരു പോയിന്റ് പറയുന്നത്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട തിയറി ഏതാ അറിയോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട തിയറി ഏതാ അറിയോ? ഈ ലാസ്റ്റിലുള്ള ഈ തിയറി ഉണ്ടല്ലോ, ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് തിയറി ഫോർ മണി. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇത് മാത്രം സെപ്പറേറ്റ്ലി എന്ത് ചെയ്യാം? ചോദിക്കാം. ഇത് മാത്രം സെപ്പറേറ്റ്ലി നിങ്ങളോട് എക്സാമിന് എന്ത് ചെയ്യാം? ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി സെപ്പറേറ്റ്ലി നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ 3 തിയറീസും എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നോക്കുക എന്താണ്? എടാ, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. നമ്മൾ എന്തിനാണ് പൈസ ഡിമാൻഡ് ചെയ്യുന്നത്? മണി ഡിമാൻഡ് ചെയ്യുന്നത് എന്തിനാണ്? എടാ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനിത് എന്ത് പേർപ്പസിനെ കയ്യിൽ വെക്കുന്നത്?
എൻ്റെ പോക്കറ്റിലും എൻ്റെ കയ്യിലും കുറച്ച് പൈസ ഉണ്ട്, ഞാൻ പൈസ ഡിമാൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാ? ഡേ ടു ഡേ ട്രാൻസാക്ഷൻ. അതാ കമന്റ് വരുന്നുണ്ട് അവിടെ, ശരിയാണോ? ഡേ ടു ഡേ ട്രാൻസാക്ഷൻ. ഞാനിന്ന് വൈകുന്നേരം പോകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാവിലത്തെ ചായ, ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഓട്ടോറിക്ഷയിലോ ബസ്സിലോ പോകുന്ന സമയത്ത് ഇതിനൊക്കെ വേണ്ടി നമ്മൾ കയ്യിൽ കുറച്ച് പൈസ വെക്കും അല്ലേ? നമ്മുടെ പോക്കറ്റിൽ കുറച്ച് പൈസ വെക്കും. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ മോട്ടീവ് ഡിമാൻഡ് ഫോർ മണി. ഞാൻ എന്ത് ചെയ്യുന്നു, ഡേ ടു ഡേ ട്രാൻസാക്ഷൻ. ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ബൈക്കിനാണ് പോവാറുള്ളത് കോളേജിലേക്ക്. ഇപ്പം ഞാൻ കോളേജിലേക്ക് ബസ്സിൽ പോകുന്ന സമയത്ത്, അല്ല ബൈക്കിൽ പോകുന്ന സമയത്ത് നേരെ പെട്രോൾ പമ്പ് പോകും. അവിടെ എന്ത് ചെയ്യും, എൻ്റെ പോക്കറ്റിൽ 100 രൂപ എടുത്ത് കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ കയ്യിൽ വെക്കുന്ന പൈസയാണ് കേട്ടോ. ഓക്കെ, കയ്യിൽ വെക്കുന്ന പൈസയാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കയ്യിൽ കുറച്ച് പൈസ വെക്കും. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, കോളേജിലെത്തിയിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായയും ഒരു പഴംപൊരിയൊക്കെ ഒന്ന് കഴിക്കും. അതൊരു ഹാബിറ്റാണ്, ഒരു ശീലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്ത് ചെയ്യും, നല്ല ചോറ് കഴിക്കും, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കും. അതിനു വേണ്ടി കയ്യിൽ കുറച്ച് പൈസ വെക്കും. വൈകുന്നേരം പോകുമ്പോൾ വീണ്ടും ചായ കുടിക്കും. മനസ്സിലായില്ലേ? പിന്നെ രാത്രി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലും ഫുൾ കഴിക്കൽ തന്നെ അല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പൈസ കൊടുക്കുക. ഇങ്ങനെ ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടി കയ്യിൽ വെക്കുന്ന പൈസയെ നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കേട്ടോ. നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടി കയ്യിൽ വെക്കുന്ന പൈസയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിമാൻഡ് ഫോർ മണിയെ നമ്മൾ എന്ത് പറയുക, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. നോക്കാം, ഹിയർ പീപ്പിൾ ഡിമാൻഡ് മണി ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ് കേട്ടോ. ഡേ ടു ഡേ എക്സ്പെൻസസ് ശ്രദ്ധിക്കുക, ഡേ ടു ഡേ എക്സ്പെൻസസ്. ഓരോ ദിവസം ഡെയിലി ഓരോ ദിവസം നമുക്ക് എന്താണ് എക്സ്പെൻസ് വരുന്നത്? എൻ്റെ മെയിൻ എക്സ്പെൻസ് എന്താ, ഫുഡ് കഴിക്കുക എന്നുള്ളത്. പേഴ്സണലി ഞാൻ പറയാം, ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എന്ത്, എൻ്റെ പേഴ്സണലി ഉള്ള സംഭവം കേട്ടോ. ഓക്കെ, പേഴ്സണലി ഉള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? പേഴ്സണലി ഉള്ളത് ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക അല്ലേ? ഞങ്ങൾ കാലിക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഇങ്ങനെ ഫുഡ് കഴിക്കുക, അത് കഴിക്കുക. നമ്മളെന്താണ്, നമ്മളിവിടെ ബീച്ചിൻ്റെ അടുത്തും ഇവിടെയൊക്കെ തന്നെ ആണ്. ഓക്കെ, മൊത്തത്തിൽ ഓക്കെ. നോക്കാം, ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ത് ഇക്വേഷനാണ്? അതായത് നോക്കുക, ട്രാൻസാക്ഷൻ ഇത് ടി ആണ് കേട്ടോ. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, അതായത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, അതൊന്ന് എടുത്ത് എഴുതുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, അതായത് MTD എന്നാട്ടോ. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു എന്താണ്, K into T എന്നാണ് കേട്ടോ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നിങ്ങളോട് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റ് നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങൾ നോക്കുക, MTD ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്താണ്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു K into T. ഇവിടെ K എന്ന് വെച്ചാൽ എന്താ, പോസിറ്റീവ് ഫ്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. K മീൻസ് പോസിറ്റീവ് ഫ്രാക്ഷൻ. T എന്താ, ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. അപ്പൊ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ എന്താ പറയാ, T. എന്തൊക്കെയാണ് ഇവിടെ, എന്താണ് ഇവിടുത്തെ ട്രാൻസാക്ഷൻസ് എത്രയാണ്, മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻസ് എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് പറയുന്നത്, T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നു എന്നുള്ളത്. പിന്നെ ഒരു സാധനം, ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ എഴുതാം. V എന്ന് പറഞ്ഞ സാധനം ഇതാണ്, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. V എന്ന് വെച്ചാൽ എന്താ, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. അതായത് നമ്പർ ഓഫ് ടൈംസ് എ യൂണിറ്റ് ഓഫ് കറൻസി ചേഞ്ചസ് ഫ്രം വൺ ഹാൻഡ് ടു അനദർ. എടാ, ഒരു പൈസ ഞാൻ 500 രൂപ ഒരു കടയിൽ കൊടുത്തു, ആ നോട്ട് ഇങ്ങനെ മാറി വേറെ ആള് വേറെ സാധനം വാങ്ങിച്ചു, അത് വേറെ സ്ഥലത്ത് പോയി. ഇങ്ങനെ പൈസ സർക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ, വെലോസിറ്റി സർക്കുലേഷൻ ഓഫ് മണി. നിങ്ങൾ കൊടുക്കുന്ന 500 രൂപ നോട്ട്, 10 രൂപ നോട്ട് എക്കോണമിയിൽ ഇങ്ങനെ കറങ്ങും. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ പിച്ചക്കാരെ കയ്യിൽ വരാം, പൈസക്കാരെ കയ്യിൽ വരാം, ഓട്ടോറിക്ഷക്കാരെ കയ്യിൽ വരാം, ബസ്സുകാരെ കയ്യിൽ വരാം, ഷോപ്പ് ഓണേഴ്സിന്റെ കയ്യിൽ വരാം, സ്വിഗ്ഗി ഡെലിവറി ബോയ്സിന്റെ കയ്യിൽ വരാം, നിങ്ങളുടെ കയ്യിൽ വരാം, ടീച്ചേഴ്സിന്റെ കയ്യിൽ വരാം, ആരുടെ കയ്യിലും ആ പൈസ വരാം. അങ്ങനെ പൈസ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, വെലോസിറ്റി എന്ന് പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ, V is equal to 1/k, അതായത് പോസിറ്റീവ് ഫ്രാക്ഷന്റെ എന്താണ് റെസിപ്രോക്കൽ 1/k. ഓർ നമ്മൾ എന്ത് ചെയ്യും, വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ, T divided by MTD. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് എഴുതിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫൈനലി ഇതിനെ റീറൈറ്റ് ചെയ്ത് എന്താണ്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഈസ് പോസിറ്റീവ് റിലേറ്റഡ് വിത്ത് ദ പ്രൈസ് ലെവൽ ആൻഡ് GDP. അപ്പോൾ മനസ്സിലാക്കുക, ട്രാൻസാക്ഷൻ ഡിമാൻഡ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി പോസിറ്റീവ്ലി റിലേറ്റ് വിത്ത് പ്രൈസ് ലെവൽ ആൻഡ് GDP. അതിനെ നമ്മൾ എന്ത് ചെയ്തും, റീറൈറ്റ് ചെയ്തും MTD ഈസ് ഈക്വൽ ടു എന്താണ്, KPY എന്ന് നമ്മൾ എഴുതും. പോസിറ്റീവ്ലി റിലേറ്റഡ് ടു എന്താണ്, പ്രൈസ് ആൻഡ് GDP, Y ഇൻകം, അല്ലെങ്കിൽ GDP ആൻഡ് Y.
കെ എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി റിലേറ്റഡ് ടു പ്രൈസ് ആൻഡ് ഇൻകം, അതാണ് MTD. അപ്പൊ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് വെച്ചാൽ എന്താ, പീപ്പിൾ ഹോൾഡ് മണി ഫോർ ദെയർ ഡേ ടു ഡേ എക്സ്പെൻസസ്, പീപ്പിൾ ഡിമാൻഡ് മണി ഫോർ ദെയർ ഡേ ടു ഡേ എക്സ്പെൻസസ്. ഡെയിലി അവർ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി ഈ പൈസ എന്ത് ചെയ്യും, കയ്യിൽ വെക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ഈ രണ്ട് ഇക്വേഷനും ഇതിൽ പഠിച്ചു വെക്കുക. MTD അതായത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇസിക്കൽ ടു K ഇൻറ്റു T. നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇസിക്കൽ ടു KPY. K എന്ന് വെച്ചാൽ എന്താ, ഇറ്റ്സ് എ പോസിറ്റീവ് ഫ്രാക്ഷൻ. എന്താണ്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു പ്രൈസ് ആൻഡ് GDP. അതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ ആണ്. പോയിന്റ്സ് ഡീകോഡ് ചെയ്ത് ഞാൻ എഴുതുന്നുണ്ട്, അത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് എഴുതണം. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയേ പറ്റുള്ളൂ. ആ പോയിന്റ്സ് ഞാൻ ഇവിടെ പറഞ്ഞെന്താ, ഈ പോയിന്റ് എഴുതണം, ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ നിർബന്ധമായിട്ട് എഴുതി വെക്കണം. ഈ രണ്ട് ഇക്വേഷൻസ് എഴുതി വെക്കണം. എക്സാമിന് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഇതാ ഈ സാധനം കാണണം. ഇത് പോതും, നമുക്ക് ഇത് പോതുമേ, വേറൊന്നും വേണ്ട, ഇത് പോതുമേ, അത് വേണം, അത് നമുക്ക് നിർബന്ധമായിട്ട് വേണം. ആ രണ്ട് പോയിന്റ്സ് മസ്റ്റ് ആണ്. ഇനി എന്തൊക്കെ പറഞ്ഞാൽ ആ പോയിന്റ്സ് വളരെ വളരെ മസ്റ്റ് ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. പ്രീക്യൂഷണറി മോട്ടീവ്. എന്താടാ പ്രീക്യൂഷണറി ഡിമാൻഡ് ഫോർ മണി? എടാ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. നമ്മൾ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാർ പെട്ടെന്ന് പെട്ടുപോകുന്ന എപ്പോഴാണ്, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരും അല്ലേ? അത് വരുമ്പോൾ നമ്മളിത് പ്രീക്യൂഷണറി അൺഎക്സ്പെക്റ്റഡ് ഇവന്റുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അൺഫോർസീൻ ആക്ടിവിറ്റീസ് വന്നേക്കാം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ട് അല്ലേ? പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇവരുടെ പഠിപ്പിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെക്കണ്ടേ, ഭാവിയിൽ മകളുടെ കല്യാണത്തിന് വേണ്ടി പൈസ മാറ്റി വെക്കണ്ടേ? ആ കോൺസെപ്റ്റിന് ഞാൻ എതിരാണ് കേട്ടോ. കാരണം എന്താണ്, വിവാഹമല്ല, പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫണ്ടമെന്റ്. അത് കഴിഞ്ഞിട്ട് മതി കല്യാണം, എന്ത് കാര്യം ആയിക്കോട്ടെ. ഓക്കെ, ജീവിതത്തിന്റെ ലക്ഷ്യമല്ല കല്യാണം കഴിക്കൽ, ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. എല്ലാം നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും അല്ലേ? എന്തെങ്കിലും ആവട്ടെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പം ചില മക്കളുടെ, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അച്ഛനോ അമ്മമാരോ പൈസ എന്ത് ചെയ്യും, എടുത്തു വെക്കും. ഇങ്ങനെ എന്താണ്, അൺഫോർസീൻ ആക്ടിവിറ്റീസിൽ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ എടുത്തു വെക്കും. ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരു സംഭവത്തിന് നമ്മൾ എന്താ പറയുക, പ്രീക്യൂഷണറി മോട്ടീവ്. നിങ്ങൾ നോക്കുക, ഹിയർ പീപ്പിൾ കീപ്പ് മണി ഫോർ മീറ്റിംഗ് അൺഫോർസീൻ എമർജൻസീസ്. നമ്മൾ ഹോസ്പിറ്റൽ കേസ് പഠിച്ചു വെച്ചാൽ മതി. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പൈസ കുറച്ച് ഡിമാൻഡ് ചെയ്ത് കയ്യിലെടുത്ത് വെക്കും. ഇതിനാണ് നമ്മൾ എന്താ പറയുക, പ്രീക്യൂഷണറി മോട്ടീവ് കേട്ടോ. നമ്മൾ പൈസ എന്ത് ചെയ്യും, കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കും. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ, പെട്ടെന്നൊരു ആക്സിഡന്റ് വല്ലതും സംഭവിച്ചാലോ അല്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കയ്യിൽ കുറച്ച് പൈസ എടുത്തു വെക്കണ്ടേ? ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രീക്യൂഷണറി മോട്ടീവ് ഡിമാൻഡ് ഫോർ മണി കേട്ടോ. പ്രീക്യൂഷണറി മോട്ടീവ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വേണേൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഹോസ്പിറ്റൽ കേസസ്, മാരേജ് കേസസ്, അല്ലെങ്കിൽ ഭാവിയിൽ ഫീസ് അടയ്ക്കണം, മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുറച്ച് പൈസ ഒക്കെ ഇതാക്കണം, അതിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെക്കും പാരൻസ്. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ പൈസ ഒന്ന് ചോദിച്ചു നോക്ക്, എത്ര പൈസ എടുത്ത് വെച്ചാണെന്ന്. നിങ്ങളെ നന്നാക്കാൻ വേണ്ടി, നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കാൻ വേണ്ടി, അച്ഛാ അമ്മേ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചാൽ പൈസ ഒന്ന് എടുത്തു തരും ചോദിച്ചു നോക്ക്. അതിനൊരു 10 രൂപ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വല്ല മിഠായി വാങ്ങിച്ചു തന്നാലോ, ചോദിച്ചു നോക്ക്, ഇപ്പം തന്നെ ചോദിച്ചു നോക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രീക്യൂഷണറി ഡിമാൻഡ് ഫോർ മണി എന്ന് വെച്ചാൽ എന്താ, ഹിയർ പീപ്പിൾ കീപ്പ് മണി ഫോർ മീറ്റിംഗ് അൺഫോർസീൻ എമർജൻസീസ്. അൺഫോർസീൻ എമർജൻസി, പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായാൽ തിരിക്കാൻ വേണ്ടിയുള്ള പൈസ, ഇതിനാണ് നമ്മൾ ഇത് പറയാം കേട്ടോ. അടുത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ, ചെറിയൊരു ഇടങ്ങാറുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന കീ വേർഡുകളും കീ പോയിന്റുകളും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. കീ പോയിന്റും കീ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ പറയുന്ന പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. നോക്കുക, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. എടാ സ്പെക്കുലേഷൻ എന്ന് വെച്ചാൽ എന്താ, ഇത് മാത്രം സെപ്പറേറ്റ്ലി എക്സാമിന് ചോദിക്കട്ടോ. സ്പെക്കുലേഷൻ, വാട്ട് ഈസ് സ്പെക്കുലേഷൻ? സ്പെക്കുലേഷൻ്റെ മലയാളം ഞാൻ ഒന്ന് കമന്റ് ബോക്സ് നോക്കട്ടെ, ഒരു മിനിറ്റ്. സാർ ഇങ്ങനെ ഒരു വീക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഇവരുടെ ചിലരുടെ കല്യാണം നടക്കുന്നു. അടിപൊളി, അത് നന്നായി. ആരാ കല്യാണം നടക്കുന്നേ? ഇവിടെ കല്യാണമൊന്നും ഇല്ല, ഇവിടെ പഠിക്കുക, മനസ്സിലായില്ലേ? ബ്രോ ആണ് പറഞ്ഞത് കേട്ടോ. ബ്രോ എന്താ പറഞ്ഞത്? ഇവിടെ ഒരാഴ്ച കൂടെ ക്ലാസ് ഇങ്ങനെ വെച്ച് ചിലരുടെ കല്യാണമൊക്കെ നടക്കുന്നു. ഇത് കല്യാണം നടത്താനുള്ള സ്ഥലമല്ല, ഇത് പഠിക്കാനുള്ള സ്ഥലം. ഓക്കെ, ആദ്യം പഠിത്തം, എന്നിട്ട് മതി ബാക്കി കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കുക,
സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അവിടെ സ്പെക്കുലേഷൻ എന്ന് വെച്ചാൽ എന്താ? സ്പെക്കുലേഷൻ എന്ന് വെച്ചാൽ ഊഹക്കച്ചവടം കേട്ടോ. ഊഹക്കച്ചവടം, ഊഹിക്കുക. നമ്മൾ ഊഹിക്കുക, ഭാവിയിൽ പ്രൈസ് കൂടുമോ, ഭാവിയിൽ പ്രൈസ് കുറയുമോ, ഭാവിയിൽ ലാഭം കിട്ടുമോ, ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഊഹിക്കുക. ഊഹിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ എന്താ പറയുക, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പൈസ എടുത്ത് വെക്കും. ഇത് നമ്മൾ സാധാരണക്കാരുടെ കാര്യമല്ല കേട്ടോ. ശരിക്കും പറയുന്നത് നല്ല പൈസ ഉള്ള ആൾക്കാരുണ്ട്, എന്തെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും മേഖലയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. എന്താണ്? ഒന്നെങ്കിൽ ബാങ്കിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ട് സംഭവമാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു 10 ലക്ഷം രൂപ ഉണ്ട്, ഇത് വേണമെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യാൻ പറ്റും, ബോണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചേക്കണേ. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്കിൽ എപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട് എന്ന് വിചാരിക്കാം. വിചാരിച്ചാൽ മാത്രം മതി. 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊരു ബാങ്കിലേക്ക് പോവാണ്. ബാങ്ക് നിങ്ങൾക്ക് നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്, നല്ല എന്ത് തരുന്നുണ്ട്, പലിശ തരുന്നുണ്ട്. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നല്ല പലിശ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പൈസ കൊണ്ട് ബാങ്കിലിടും അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ബാങ്കിലിടും. കാരണം നിങ്ങൾക്ക് എന്താ, ഈ 10 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് നല്ല പലിശ കിട്ടും, നല്ല ലാഭമാണ്. മനസ്സിലായോ? നിങ്ങൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണ്, അപ്പൊ നിങ്ങൾ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിലിടും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് ബാങ്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നിങ്ങൾ ബാങ്കിലിടും. അതാണ് നിങ്ങൾ ചെയ്യുക. ഇനി ബാങ്ക് നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജ് എന്ത് തരുന്നില്ല, പലിശ തരുന്നില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ നല്ല പലിശ നിരക്ക് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം കിട്ടും. അതാണ് പൊതുവെ നാട്ടുകാർ ചെയ്യുന്നത് അല്ലെ? ഇൻട്രസ്റ്റ് കിട്ടും, വലിയ ബൾക്ക് ഓഫ് എമൗണ്ട് ആണ്. അല്ലെങ്കിൽ 10 ലക്ഷം വേണ്ട, ഒരു 5 കോടിയൊക്കെയാണ്, അല്ലെങ്കിൽ 1 കോടിയോ 2 കോടിയൊക്കെയാണ് വിചാരിക്കാം. ഈ 2 കോടി നിങ്ങൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് നിങ്ങൾക്ക് നല്ല പലിശ തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ബാങ്ക് കൊണ്ടുപോയി പൈസ ഇടും. നേരെ മറിച്ച് ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ, ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ നിങ്ങൾ പൈസ കൊണ്ടുപോയി ഇടുവോ? ഇല്ല, ഇടൂല. ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ നിങ്ങൾ ഈ 2 കോടി അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ഈ 2 കോടി ബാങ്ക് കൊണ്ടുവച്ചാൽ പ്രത്യേകിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, ബാങ്ക് കൊണ്ടുപോയിടില്ല. പകരം നിങ്ങൾ എവിടെ കൊണ്ടുപോയി പൈസ ഇടും, ബോണ്ടിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. ബോണ്ട് എന്ന് വെച്ചാൽ ഗോൾഡ്, ചില ഇൻവെസ്റ്റ്മെന്റ്, ഇതിനൊക്കെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ചാൽ മതി. ബോണ്ടിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾ ബോണ്ട് എന്ന് കേട്ടില്ല, ബോണ്ടല്ല കേട്ടോ. ബോണ്ടാന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം കിട്ടുന്ന പലഹാരമാണ് ബോണ്ട. ബോണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ ബോണ്ട് പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഇതാണ് കോമൺലി പഠിക്കേണ്ടത്. നിങ്ങൾ ബാങ്കിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ബാങ്ക് കൊണ്ടുപോയി പൈസ ഇടും. ഇനി ബാങ്കിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിലോ നിങ്ങൾ ബാങ്കിൽ പൈസ ഇടൂല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ നിങ്ങൾ എവിടെ കൊണ്ടുപോയി പൈസ ഇടും, ബോണ്ടിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും, ബോണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് നിങ്ങൾ ചെയ്യുക. ഈ കാര്യം പഠിച്ചു വെക്കുക. കാരണം കുറച്ചൊന്നും ഒരു ഡിഫറെന്റ് ടോപ്പിക്സ് ആണത്, ഡിഫറെന്റ് ടോപ്പിക് ആണ്. ഒന്ന് നോക്കുക. ഇറ്റ് ഈസ് എ ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് മണി ഫോർ സ്പെക്കുലേഷൻ ഇൻ ബോണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പൈസ എങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും, സ്പെക്കുലേഷന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ സ്പെക്കുലേഷൻ നടത്താം, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു സ്പെക്കുലേഷനിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുക. ഇതിനു വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്ന പൈസ ആണ് ഇത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഒരു ഊഹ കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എക്സ്പെക്ടേഷനിൽ ജീവിക്കുക. നല്ല പൈസ ഉള്ള ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും, അവിടെ ഇൻവെസ്റ്റ് ചെയ്താലോ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലോ, ബാങ്ക് കൊണ്ടുപോയി പൈസ ഇടണോ അല്ലെങ്കിൽ ബോണ്ടിൽ കൊണ്ടുപോയി ഇടണോ? ഇതാണ് 2 തോട്ട് ഉള്ളത്. നമ്മുടെ കയ്യിൽ 2 കോടി ഉണ്ട്, ബാങ്കിൽ കൊണ്ടുപോയി ഇടണോ അല്ലെങ്കിൽ ബോണ്ടിൽ കൊണ്ടുപോയി ഇടണോ, ബാങ്കിൽ ഇടണോ ബോണ്ടിൽ ഇടണോ, ഇങ്ങനെ ഊഹിക്കുക. ഇതിനു വേണ്ടി എടുത്തു വെക്കുന്ന പൈസയെ നമ്മൾ എന്ത് വിളിക്കുക, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കേട്ടോ. ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്തു വെക്കുന്ന പൈസയെ നമ്മൾ എന്ത് വിളിക്കുക, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് വിളിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. സാർ നിങ്ങൾ സെറ്റാണ്, താങ്ക് യു. ഓക്കെ, നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ബോണ്ട് പ്രൈസ്. എടാ, ഇതൊരു 1 വേർഡ് ചോദ്യമാണ് കേട്ടോ. 1 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഇത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മളിപ്പോ പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലേ, ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ടിന്റെ പ്രൈസും നമ്മൾ എന്ത് റിലേഷൻ ആണ് പഠിച്ചു വെച്ചോ. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും നമ്മൾ എന്ത് റിലേഷനാ, നെഗറ്റീവ് റിലേഷൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ ബോണ്ട് പ്രൈസ് കൂടും. എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ ബോണ്ടിന്റെ പ്രൈസ് കൂടും. മനസ്സിലാക്കുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ ബോണ്ടിന്റെ പ്രൈസ് എന്താവും, കൂടും. അല്ലെങ്കിൽ നേരെ മറിച്ച്
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ബോണ്ട് പ്രൈസ് കുറയും. കാരണം വൈസ് വേഴ്സ, ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ ഇത് എന്ത് റിലേഷനാ? നെഗറ്റീവ് റിലേഷനും. ഇത് നെഗറ്റീവ് റിലേഷൻ ആണെന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ഈ ഒരു പോയിന്റ് മസ്റ്റ് ആണ്. നിങ്ങൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എഴുതി കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ഇതാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്കും മാർക്കറ്റിലെ ബോണ്ടിന്റെ പ്രൈസ് തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. നോക്കുക, ഹയർ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് എന്തോ ആയിക്കോട്ടെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പല പേരിട്ട് വിളിക്കും. ലോവർ ദ ബോണ്ട് പ്രൈസ്. ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്താ ലോവർ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഹയർ ദ ബോണ്ട് പ്രൈസ്. അപ്പൊ നിങ്ങൾ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും ഇൻവേഴ്സ് റിലേഷൻ, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻ, പല പേരിട്ട് വിളിക്കും. ഒന്ന് മനസ്സിലാക്കണേ. സോ ഞാൻ നോക്കട്ടെ, കമന്റ് ബോക്സ് നോക്കട്ടെ. ജസ്റ്റ് effortless effort is seen. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, പോയിന്റുകൾ ശ്രദ്ധിച്ച് കേൾക്കണം, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ നോക്കാം, മനസ്സിലാക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്കും ബോണ്ടിന്റെ പ്രൈസും എന്ത് റിലേഷനാ? നെഗറ്റീവ് റിലേഷൻ. വൺ വേർഡ് ചോദ്യം തന്നെ വരാറുണ്ട് കേട്ടോ. നെഗറ്റീവോ ഇൻവേഴ്സോ ഇൻഡയറക്റ്റോ അങ്ങനെ പല പേരിട്ട് വിളിക്കാം. നെഗറ്റീവ് റിലേഷൻ ആണ് കേട്ടോ. ബോണ്ടിന്റെ പ്രൈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ബോണ്ടിന്റെ പ്രൈസ് കുറവാണ്. നേരെ മറിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ ബോണ്ടിന്റെ പ്രൈസ് കൂടുതലാണ്. ഇൻവേഴ്സ് റിലേഷൻ മനസ്സിലാക്കണേ. അപ്പൊ ഇത് തമ്മിൽ നെഗറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ്, നെഗറ്റീവ് ഇൻവേഴ്സ് ഇൻഡയറക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. മനസ്സിലായി. നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ബോണ്ട് പ്രൈസ് ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ്. പഠിച്ചു വെച്ചോ. അടുത്തത് നോക്കാം, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മൾ പറയുന്ന സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ഗ്രാഫ്. ആ ഗ്രാഫ് ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ നോക്കാം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കേട്ടോ. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം കൂടെ നമ്മൾ പറയേണ്ടത് എന്താണ്? ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞ സാധനം പറയുന്നുണ്ട്. ഒന്ന് നോക്കണേ. ഈ ഗ്രാഫ് ചോദിക്കും, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗ്രാഫ് എങ്കിലും വരച്ചു വെക്കാം. ഈ ഗ്രാഫ് എങ്കിലും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, ഈ ഗ്രാഫ് എന്ത് ചെയ്യണം? വരച്ചു വെക്കണേ. ഓക്കെ, ഈ ഗ്രാഫ് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം, വരച്ചു വെക്കണം. ഓക്കെ, ഇതിങ്ങനെ എന്ത് ചെയ്യും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ട് പോകട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. ഇതെന്ത് ഇങ്ങനെ പോകും. ഓക്കെ, ഇതെന്താണ്? ഇത് ഇൻഫിനിറ്റി ആണ്, ഇത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ എന്താ ഉള്ളത്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കേട്ടോ. ഇവിടെ സ്പെക്കുലേറ്റീവ് എക്സ് ആക്സിസിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, എക്സ് ആക്സിസിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. ഇവിടെ എന്താണ്? ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്? ഇവിടെ ആർ മാക്സിമം, ഇവിടെ 0 ആണ് കേട്ടോ. ഇവിടെ ആർ മിനിമം. എന്ന് വെച്ചാൽ എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമം എന്നാണ് അർത്ഥം. നമ്മൾ ഈ പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമം അല്ല ഇവിടെ. ഇവിടെ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആണ്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ഇവിടെ എക്സാമിന് ചോദിക്കുക എന്താണ്? ഈ ചോപ്പ് വരട്ടെ സാധനത്തിന് എന്താ വിളിക്കാന്ന്? ഇങ്ങനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഈ ചോപ്പ് ഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിക്വിഡിറ്റി ട്രാപ്പ്. എന്താ വിളിക്കുക? ലിക്വിഡിറ്റി ട്രാപ്പ് കേട്ടോ. എന്താ വിളിക്കുക? ഇതൊരു ട്രാപ്പാണ്, ഒരു കെണിയാണ്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ലിക്വിഡിറ്റി ട്രാപ്പ്. മനസ്സിലാക്കി വെക്കണേ, പഠിച്ചു വെക്കണേ. വിച്ച് ഈസ് കോൾഡ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഇത് കൊണ്ടുവന്നത് ആരാണ്? ഇത് കൊണ്ടുവന്ന എക്കണോമിസ്റ്റ് ആരാണ്? കൊണ്ടുവന്ന എക്കണോമിസ്റ്റ് കോൺഹേ. ആരാണത്? അതാണ് JM കെയ്ൻസ് കേട്ടോ. JM കെയ്ൻസ് ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ലിക്വിഡിറ്റി ട്രാപ്പ് കൊണ്ടുവന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലിക്വിഡിറ്റി ട്രാപ്പ് ബൈ ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ലോജിക്ക് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മനസ്സിലാക്കേണ്ട ലോജിക്ക് എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞ റിലേഷൻ ഉണ്ട്. എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും തമ്മിൽ എന്ത് റിലേഷനാ? നെഗറ്റീവ് റിലേഷൻ ആണ്.
നിങ്ങൾ നോക്കാം എന്താണ് ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കേട്ടോ. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് വെച്ചാൽ എന്താ, ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം, ഇതിനാണ് നമ്മൾ എന്ത് പറയാ, സ്പെക്കുലേഷൻ എന്ന് പറയാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആണ്, നമ്മുടെ നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആണ്. ഞാൻ എന്താ പറഞ്ഞത്, നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ, പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോയി പൈസ ഇടും, ബാങ്ക് കൊണ്ടുപോയി പൈസ ഇടും. നമ്മൾ എവിടെ ഇടൂല, ബോണ്ടിൽ ഇടൂല, സ്പെക്കുലേഷൻ ഇടൂല. ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ, ബോണ്ടിൽ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ബോണ്ടിൽ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയാം. അതായത് ഊഹിച്ച് നമ്മൾ ബോണ്ടിൽ കൊണ്ടുപോയി ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആണെങ്കിൽ നമ്മൾ ബോണ്ടിൽ പൈസ ഇടൂല, ബോണ്ട് പ്രൈസ് കുറവായിരിക്കും, ബോണ്ടിൽ ഇടൂല. നമ്മൾ എവിടെ കൊണ്ടുപോയി ഇടുള്ളൂ, നമ്മൾ എവിടെ ഇടാ, ബാങ്കിലിടും. അപ്പൊ ഇവിടെ നമ്മുടെ എന്ത് സീറോ ആണ്, MSD, അതായത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി സീറോ ആണെന്ന് മനസ്സിലാക്കാം. അതായത് R മാക്സിമം ആവുന്ന സമയത്ത് നിങ്ങൾ നോക്കാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് R മാക്സിമം ആവുന്ന സമയത്ത് നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണ്, വിച്ച് ഈസ് ഇക്വൽ ടു 0. നിങ്ങൾ മനസ്സിലാക്കുക, R മാക്സിമം നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണ്, 0 അല്ലേ. ഇതെന്താ എക്സാ, ഇവിടെ 0 പോയിന്റ് അല്ലേ, ഇത് 0 അല്ലേ, ഇത് ഒറിജിനൽ അല്ലേ, 0 ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. R മാക്സിമം ആവുന്ന സമയത്ത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണ്, 0 ആയിരിക്കും. ഇനി ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറയും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇവിടെ എത്തും. ഇതാണ് R മിനിമം. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമം ആവുന്ന സമയത്ത് നിങ്ങൾ നോക്കാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് R മിനിമം ആവുന്ന സമയത്ത് നമ്മുടെ സ്പെക്കുലേറ്റീവ് ഇതാട്ടോ, MSD എന്ന് വെച്ചാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റി ആയിരിക്കും. കാര്യം മനസ്സിലാവുണ്ടോ? എടാ, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതുപോലെ എഴുതി വെക്കുക, ഒന്നും നോക്കാനില്ല. ഈ പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്കാ, ഫുൾ മാർക്കാ, ഒരു സംശയം വേണ്ട, ഫുൾ മാർക്ക് കിട്ടും, ഒരു സംശയം വേണ്ട. നമ്മൾ എഴുതുന്ന പോയിന്റ്സ് അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ എന്ത് ചെയ്യും, ഇത് ശരിക്കും ഒരു ഊഹമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ് ഒരു മിനിമം എത്തുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ അങ്ങോട്ട് ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ പൈസ ഹോൾഡ് ചെയ്ത് വെച്ച്, ബോണ്ടിൽ ഹോൾഡ് ചെയ്ത് വെച്ച് എന്ത് ചെയ്യും, അതൊരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവും. എന്തായി മാറും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ് ആവും. ഇത് നമ്മൾ എങ്ങനെ എഴുതി തരാം, ഇത് എന്ത് ചെയ്യാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ്. എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ് കേട്ടോ, എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ് കേട്ടോ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ്. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുക, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ് നമ്മൾ എന്ത് വിളിക്കുക, ലിക്വിഡിറ്റി ട്രാപ്പ് കേട്ടോ. ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കുക, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക കേട്ടോ. ഓരോ പോയിന്റ്സ് നോക്കണേ, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക, ഇതിനെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളോട് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ചോദിച്ചാൽ ഈ ഗ്രാഫ് മിനിമം വരച്ചു വെക്കണം, ഇതിൽ ഈ പറയുന്ന റെഡ് പോർഷൻ ആണ് ഇത് ലിക്വിഡിറ്റി ട്രാപ്പ്. അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക കേട്ടോ. നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മളവിടെ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇതാ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് വെച്ചാൽ എന്താ, ഇതാ ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ എഴുതിയ പോയിന്റ്സ് ആണിത്. R മാക്സിമം ആവുന്ന സമയത്ത് fall to 0, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് 0 ആയിരിക്കും. R മിനിമം ആവുമ്പോൾ റൈസ് ടു ഇൻഫിനിറ്റിയിലേക്ക് എന്ത് ചെയ്യും, അത് റൈസ് ചെയ്ത് പോകും. ഓക്കെ, അടുത്ത ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണ്? ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വെച്ചാൽ എന്താ, ലിക്വിഡിറ്റി ട്രാപ്പ് ഈസ് ദ ഫ്ലാറ്റ് പാർട്ട് ഓഫ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. നമ്മൾ നേരത്തെ വരച്ചില്ലേ, ഇതാ ഇങ്ങനെ വരച്ചാൽ എന്താണ്, ഇങ്ങനെ വരച്ചു പോയാൽ എന്താണ്, ഈ ഫ്ലാറ്റ് ഭാഗം, ഇതാ ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കേട്ടോ. ഈ ഒരു ഏരിയ നമ്മൾ എന്ത് വിളിക്കുക, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ഈ ഫ്ലാറ്റ് പോർഷൻ നമ്മൾ എന്ത് വിളിക്കുക, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക കേട്ടോ. എന്ത് വിളിക്കുക, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, എന്ത് വിളിക്കുക, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക കേട്ടോ.
ലിക്വിഡിറ്റി ട്രാപ്പ്, ആ ഒരു ഏരിയ. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് കണ്ട അപ്പം മനസ്സിലാക്കും ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. 2 മാർക്ക് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അത് വരച്ചു വെക്കുക, അത്രേ ഉള്ളൂ, വരച്ചു വെക്കുക. അതായത് ദ ഫ്ലാറ്റ് സെഗ്മെന്റ്, ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ സെഗ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കുക? ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക. ഹിയർ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കേട്ടോ. എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ് ആണ് കേട്ടോ. അതായത് മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുള്ള പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ് കേട്ടോ. നോക്കട്ടെ സാർ, പോയിന്റ് ഒക്കെ ഒന്ന് വായിച്ചു തരുമോ? നെറ്റ് കുറവാണ്, അതുകൊണ്ട് ലൈവ് ക്വാളിറ്റി. അത് നീ എന്ത് ചെയ്യണം? പോയിന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെറ്റ് ഇപ്പം നീ ഹോട്ട്സ്പോട്ട് വല്ലതും കിട്ടുമോ നോക്ക്. നീ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നീ ക്ലാസ് വീണ്ടും എടുത്ത് കേൾക്കേണ്ടി വരും. ക്ലാസ് വീണ്ടും എടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇപ്പം തന്നെ ആ നെറ്റിൻ്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കണേ, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലത്. ഞാൻ മാക്സിമം പോയിന്റുകൾ പറയുന്നുണ്ട്. ഇവിടെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് മെൻഷൻ ചെയ്ത് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ലിക്വിഡിറ്റി ട്രാപ്പിന്റെ ഒരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ഇക്വേഷൻ. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈക്വൽ ടു ആർ മാക്സിമം മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിനിമം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം മൈനസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മൈനസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമം. സിമ്പിൾ ഇക്വേഷൻ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ചോദ്യം ഒന്നും ചോദിക്കില്ല. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ ഡീകോഡ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് കൊണ്ടുവന്ന എക്കണോമിസ്റ്റ് ആരാണ്? കെയ്ൻസ് ആണ്. JM കെയ്ൻസ് ആണ് ഇത് കൊണ്ടുവന്നത് കേട്ടോ. JM കെയ്ൻസ് ആണ് ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ള എക്കണോമിസ്റ്റ് എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ലിക്വിഡിറ്റി ട്രാപ്പ്, ലിക്വിഡിറ്റി തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? JM കെയ്ൻസ്. ഓക്കെ, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിമാൻഡ് കഴിഞ്ഞിട്ടോ. അപ്പൊ ഡിമാൻഡിന് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രീക്വഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. 3 മോട്ടീവ്സ് നമ്മൾ പറഞ്ഞു. ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രീക്വഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഒന്നും കൂടെ പറയാണ്. ട്രാൻസാക്ഷൻ മോട്ടീവിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് വെച്ചാൽ എന്താ? ആൾക്കാർ ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പൈസ കയ്യിൽ വെക്കുന്നു, പൈസ കയ്യിൽ വെക്കുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ഞാൻ വേണമെങ്കിൽ ഇവിടെ പോയിന്റ്സ് മാത്രം ഒന്ന് ഡീകോഡ് ചെയ്ത് എഴുതി തരാം. ട്രാൻസാക്ഷൻ മോട്ടീവ് ഫസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കേട്ടോ. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രീക്വഷണറി കേട്ടോ. പ്രീക്വഷണറി ഡിമാൻഡ് ഫോർ മണി. പ്രീക്വഷണറി ഡിമാൻഡ് ഫോർ മണി. ലാസ്റ്റ് ആണ് നമ്മൾ ഏതാ പറഞ്ഞത്? സ്പെക്കുലേറ്റീവ് കേട്ടോ. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ 3 കാര്യങ്ങളാണ് ഡിമാൻഡ് തിയറീസ് ഓഫ് മണിയിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓരോ പോയിന്റ് നിങ്ങൾക്ക് എഴുതി തരാം. ഇതിലെന്താണ്? ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ, ബേസ്ഡ് ഓൺ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കേട്ടോ. ഡേ ടു ഡേ ട്രാൻസാക്ഷൻ. എന്നിട്ട് അതിൽ 2 ഇക്വേഷൻ പറയുന്നുണ്ട്. എന്താണ്? MTD ഈസ് ഈക്വൽ ടു എന്താണ്? MTD ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? MTD ഈസ് ഈക്വൽ ടു KPY. MTD ഈസ് ഈക്വൽ ടു KPY എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ MTD ഈസ് ഈക്വൽ ടു KT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. MTD ഈസ് ഈക്വൽ ടു K into T എന്ന് പറയുന്ന ഇക്വേഷൻ പറഞ്ഞു. ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ? അൺഫോർസീൻ ഇവന്റ്സ് ടു മീറ്റ് അൺഫോർസീൻ ഇവന്റ്സ്. എക്സാമ്പിൾ ഹോസ്പിറ്റൽ ഇഷ്യൂസ് കേട്ടോ. ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ പൈസ ഹോൾഡ് ചെയ്ത് വെക്കും. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ഈ സാധനം ഇങ്ങോട്ട് വരച്ച് വെക്കാം. സിമ്പിളായിട്ട് ഇത് ഇങ്ങോട്ട് വരച്ച് വെക്കാം. ഈ സാധനം ഇങ്ങോട്ട് വരച്ച് വെക്കാം. ഇതാണ് ഇവിടെ നമ്മൾ എന്ത് പറയും? ലിക്വിഡിറ്റി ട്രാപ്പ്. അതുപോലെ തന്നെ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ബോണ്ട് പ്രൈസ് നെഗറ്റീവ് റിലേഷൻ. ഓക്കെ, നെഗറ്റീവ് റിലേഷൻ ആണെന്ന് നമ്മൾ പറയും. നെഗറ്റീവ് റിലേഷൻ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും? പറയും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൊണ്ടുവന്ന ആരാണ്? കെയ്ൻസ് ആണ് കേട്ടോ. കെയ്ൻസ് ആണ് കൊണ്ടുവന്നത്. കുറച്ച് പോയിന്റ്സ് കേട്ടോ. സിമ്പിൾ നോക്കാം. ജസ്റ്റ് ഒന്ന് ഈ പോയിന്റ്സ് നോക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ഇത്രയും നേരം ബേസിക് പോയിന്റ്സ് പറഞ്ഞ. ബേസിക് ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതാണ് കേട്ടോ. ബേസിക് പോയിന്റ്സ് കേട്ടോ. ഇക്വേഷൻ ഇവിടെ എഴുതിച്ചോ. ആർ മാക്സിമം മൈനസ് ആർ ഡിവൈഡ് ബൈ ആർ മൈനസ് ആർ സോറി ഒന്ന് ഈ തരം നല്ല പോലെ. ഓക്കെ, ആർ മാക്സിമം മൈനസ് ആർ ഡിവൈഡ് ബൈ ആർ മൈനസ്
ആർ മിനിമം. ഇതിനെന്താണ് MSD ആട്ടോ, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു എന്താണ്, ഈ ഇക്വേഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഈ പോയിന്റ് മിനിമം നിങ്ങൾ ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുക. മിനിമം എന്ന് വെച്ചാൽ പക്ക മിനിമം ഇതെങ്കിലും എഴുതി വെക്കുക. എന്നാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? എടാ ഓക്കെ ആണെന്ന് ഓക്കെ എന്ന് കമന്റ് ഇട്ടേ. നമുക്ക് സപ്ലൈന്റെ ഭാഗം പോവാം. ഡിമാൻഡ് കഴിഞ്ഞിട്ടോ 3 ഡിമാൻഡ് തിയറീസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സപ്ലൈയുടെ ഭാഗത്തേക്ക് പോവാം. എടാ ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞേ. എടാ ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞേ. സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇനി ഇത്തിരി വെള്ളം കുടിക്കുന്നുണ്ട്. then നമ്മൾ എന്ത് ചെയ്യുക, സപ്ലൈന്റെ ഭാഗത്തേക്ക് പോകണം കേട്ടോ. സപ്ലൈയുടെ ഭാഗത്തേക്ക് നമ്മൾ പോകണം, മണി സപ്ലൈയുടെ ഭാഗത്തേക്ക് കേട്ടോ. ഓക്കെ, തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എടാ മണി സപ്ലൈ എന്താണ്? മണി സപ്ലൈ എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ മണി അവൈലബിൾ ഇൻ ദ എക്കോണമി. ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ മണിയെ നമ്മൾ എന്ത് വിളിക്കുക, മണി സപ്ലൈ എന്ന് വിളിക്കുക. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള പൈസ മണിയെ നമ്മൾ എന്ത് വിളിക്കും, മണി സപ്ലൈ എന്ന് വിളിക്കും. അല്ലെ, എക്കോണമിയിൽ ഇങ്ങനെ ഒഴുകുന്ന പൈസ, എക്കോണമിയിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള പൈസ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, മണി സപ്ലൈ എന്ന് വിളിക്കുക. എക്കോണമിയിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള പൈസയെ നമ്മൾ എന്ത് വിളിക്കുക, മണി സപ്ലൈ എന്ന് വിളിക്കുക. നോക്കുക, ഇത് ഷോസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ എക്കോണമി. പർച്ചേസിംഗ് പവർ എന്താ, സാധനം വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി, പർച്ചേസിംഗ് പവർ. ഓക്കെ, അതൊന്നിപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട, പ്ലസ് 2 പഠിക്കാനുള്ള ടോപ്പിക്. പ്ലസ് 2 നിങ്ങൾക്ക് പഠിക്കാണ്ടല്ലോ, അടുത്ത ചാപ്റ്ററിൽ അല്ലേ പർച്ചേസിംഗ് പവർ പാരിറ്റി ഒക്കെ പഠിക്കാനുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എടുക്കുമ്പോൾ വിശദമായിട്ട് പറയും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എക്കോണമിയിൽ ടോട്ടലി ഉള്ള പൈസയെ നമ്മൾ എന്ത് വിളിക്കുക, മണി സപ്ലൈ, അല്ലെങ്കിൽ ദ ടോട്ടൽ മണി അവൈലബിൾ ഇൻ ദ എക്കോണമി. ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള പൈസ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, മണി സപ്ലൈ എന്ന് വിളിക്കുക കേട്ടോ. ദ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള പൈസയെ നമ്മൾ എന്ത് വിളിക്കുക, എന്ത് വിളിക്കുക, മണി സപ്ലൈ എന്ന് വിളിക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാ, മണി സപ്ലൈയെ നമ്മുടെ RBI എന്ത് ചെയ്തിട്ടുണ്ട്, 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. 4 ആക്കിയിട്ട് നമ്മുടെ പൈസയെ തരംതിരിച്ചിട്ടുണ്ട്. നോക്കാം, M1 മണി, M2 മണി, M3 മണി, M4 മണി. അല്ലേ, മണി മണി അല്ലേ, അതാണ് M1 മണി, M2 മണി, M3 മണി, M4 മണി. 4 ആക്കിയിട്ടാണ് തരംതിരിക്കുന്നത്. എടാ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മണി സപ്ലൈ മെഷർ ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത് 1977 എങ്ങാനും ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനസ്സിലാക്കുക. എടാ 4 ടൈപ്സ് ഓഫ് മണി മെഷേഴ്സ് ആ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കമന്റ് ഇട്ടേ, M1, M2, M3, M4. നിങ്ങളൊന്ന് കമന്റ് ഇട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണേ. M1 മണി, M2 മണി, M3 മണി, M4 മണി. ഒന്ന് കമന്റ് ഇട, നോക്കട്ടെ, കമന്റ് ഇട്ടെ. ആരെങ്കിലും ഒരാളെങ്കിലും കമന്റ് ഇട്. M1 മണി, M2 മണി, M3 മണി, M4 മണി. M1, M2, M3, M4 കേട്ടോ. അപ്പൊ നമ്മൾ M1 മണി എന്ന് വെച്ചാൽ എന്താ, M1, M2 മണി, ഇത് 1 വേർഡ് ചോദ്യം കേട്ടോ. ഏത് മണിയെയാണ് നമ്മൾ നാരോ മണി എന്ന് വിളിക്കുക? നാരോ മണി എന്ന് വിളിക്കുന്ന ഏതൊക്കെയാ? M1 മണി, M2 മണി. M1നെ M2നെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നാരോ മണി കേട്ടോ. എന്ത് പേരിട്ട് വിളിക്കുക? നാരോ മണി. നാരോ മണി എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുക? M1ഉം M2നും വിളിക്കുക. അതുപോലെ ബോർഡ് മണി എന്ന് വിളിക്കുന്നത്, ഓക്കെ, അല്ലെ ബ്രോഡ് മണി എന്ന് വിളിക്കുന്നത്, ബ്രോഡ് മണി എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? M4നെയും M3 കേട്ടോ. M3 M4നെ വിളിക്കുന്ന പേരെന്താണ്? ബ്രോഡ് മണി. അപ്പൊ നാരോ മണിയുണ്ട്, ബ്രോഡ് മണിയുണ്ട്. നാരോ മണി ഏതാണ്? M1ഉം M2 ആണ് നാരോ മണി. M3യും M4 എന്താണ്? ബ്രോഡ് മണി എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ ഇത് ഓരോന്നിനും ഒരു ഇക്വേഷൻ ഉണ്ട്. M1 എന്ന് വെച്ചാൽ എന്താ? M1 ഈസ് ഈക്വൽ ടു CU പ്ലസ് DD. എന്താണ്? CU പ്ലസ് DD കേട്ടോ. CU പ്ലസ് DD. കറൻസി held by public plus demand deposit. കറൻസി held by public, പബ്ലിക്കിന്റെ കയ്യിലുള്ള കറൻസി പ്ലസ്
ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്സ്. എടാ നമ്മുടെ നാട്ടുകാരെ കയ്യിലൊക്കെ ഉള്ള പൈസ അതാണ് കറൻസി. കറൻസി ഇൻ പബ്ലിക്. അതിന്റെ കൂടെ എന്ത് കൂട്ടണം? എന്ത് കൂട്ടിയാൽ കിട്ടും? എന്ത് കൂട്ടിയാലാ കിട്ടുക? ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്സ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്സും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? M1 മണി കിട്ടി. M1 മണി. M2 മണി ആണല്ലോ ഇക്വേഷൻ എന്താ? M1 ഓക്കെ. M2 ആണല്ലോ ഇക്വേഷൻ എന്താ? M2 എന്ന് വെച്ചാൽ എന്താ? M1 പ്ലസ്, അതായത് ഈ സാധനം മൊത്തം പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ് ഡെപ്പോസിറ്റ്. എടാ നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? പോസ്റ്റ് ഓഫീസ് ബാങ്കുകളുണ്ട്. പോസ്റ്റ് ഓഫീസ് ബാങ്കുകളുണ്ട്. ഇമ്പോർട്ടൻറ്റ് ബാങ്കാണ്, അടിപൊളി ബാങ്കാണ് കേട്ടോ അത് പോസ്റ്റ് ഓഫീസ് ബാങ്ക്. മനസ്സിലാക്കാം. പോസ്റ്റ് ഓഫീസ് ബാങ്കുകൾ കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കാണ് പോസ്റ്റ് ഓഫീസ് ബാങ്കുകൾ. പോസ്റ്റ് ഓഫീസ് ബാങ്ക് നിങ്ങൾ നോക്കുക. എന്താണ് പോസ്റ്റ് ഓഫീസ് ബാങ്കിന്റെ പ്രത്യേകത? എന്താണ് പോസ്റ്റ് ഓഫീസ് ബാങ്ക് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്. അപ്പൊ M2 എന്ന് വെച്ചാൽ എന്താ? M1ന്റെ കൂടെ എന്ത് കൂട്ടുക? പോസ്റ്റ് ഓഫീസ് സേവിങ് ഡെപ്പോസിറ്റ്. M2 ഈസ് ഈക്വൽ ടു M1 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ് ഡെപ്പോസിറ്റ്. അടുത്തെന്താണ്? M3 എന്താണ്? M3 എന്ന് വെച്ചാൽ എന്താ? M1 പ്ലസ്, അതായത് ഈ സാധനം ഇത് ഒഴിവാക്കിയുള്ള ഒരു പരിപാടിയില്ല. M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പൊ M3 എന്ന് വെച്ചാൽ എന്താണ്? M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് കേട്ടോ. നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ലാസ്റ്റ് വൺ M4. അവിടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം. M1 ഇത് എഴുതി, M2ലും M3ലും ഏത് കൂട്ടിയാൽ മതി? M1 പ്ലസ് M1 പ്ലസ് ആ. ബട്ട് M4 എത്തുമ്പോൾ M1 എന്നല്ല എഴുതേണ്ടത്, M3 പ്ലസ് എന്നാട്ടോ എഴുതേണ്ടത്. M3 പ്ലസ് ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് കേട്ടോ. ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. M1 നമ്മൾ CU പ്ലസ് DD എഴുതി. M2ഉം M3 എഴുതുമ്പോൾ M1 പ്ലസ് M1 പ്ലസ് ആണ്. ബട്ട് M4 എഴുതുന്ന സമയത്ത് നമ്മൾ M3 പ്ലസ് എഴുതേണ്ട, ഒരിക്കലും M1 പ്ലസ് എന്ന് എഴുതരുത്. ഇവിടെ രണ്ട് സ്ഥലത്ത് M1 പ്ലസ് ആണ്, ബട്ട് ഇവിടെ M3 പ്ലസ് എന്നാണ്. M3 എന്ന് വെച്ചാൽ എന്താ? ഈ സാധനം. M1 എന്ന് വെച്ചാൽ എന്താ? ഈ സാധനം. ഓക്കെ. M4 എന്ന് വെച്ചാൽ M3 പ്ലസ് ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ സാധനം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്റർ ഒക്കെ നമുക്ക് എന്താണ് ഒന്നും ഒഴിച്ചുവിടാൻ പറ്റാത്ത എലമെന്റ്സ് ആണ്. അത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക, ഓരോ ഇക്വേഷനും പഠിച്ചു വെക്കുക. M1 എന്ന് വെച്ചാൽ എന്താണ്? കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, CU പ്ലസ് DD. രണ്ടാമത്തത് M2 എന്താണ്? M1 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ് ഡെപ്പോസിറ്റ്. M3 എന്താണ്? M1 പ്ലസ് നെറ്റ് ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. M4 എന്താണ്? M3 പ്ലസ് ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് കേട്ടോ. ഓക്കെ. RBI എന്ന് പറയുന്നത് എന്താണ്? RBI പറയുന്ന മണി ഏതാണ്? M3 മണി കേട്ടോ. RBI സ്പീക്ക് അബൌട്ട് മണി സപ്ലൈ. RBIന്റെ കണക്കിലുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഏതാണ്? M3 മണി കേട്ടോ. RBI പൈസ മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ ശരിക്കും ഏതാണ്? M3 മണിയാണ്. RBIയുടെ കണക്ക് പ്രകാരമുള്ള പൈസ എന്ന് പറഞ്ഞത് M3 പൈസയാണ്. ബട്ട് ഹയസ്റ്റ് ലിക്വിഡിറ്റി മെഷർ ഏതാണ്? ഏറ്റവും ഹയസ്റ്റ് ലിക്വിഡിറ്റി M1 ആണ്, ലോവസ്റ്റ് ലിക്വിഡിറ്റി M4 ആണ്. അപ്പൊ നിങ്ങൾ ഏത് ചോദ്യം വരും വൺ വേർഡ് ആയിട്ട് ഏതും ചോദിക്കാം. നാരോ മണി എന്താണെന്ന് ചോദിക്കാം, അത് M1ഉം M2 ആണ്. ബ്രോഡ് മണി ഏതാ ചോദിക്കാം, M3ഉം M4 ആണ്. RBIന്റെ കണക്ക് പ്രകാരമുള്ള മണി സപ്ലൈ ഏതാണ്? അത് M3 മാത്രമാണ്. മോസ്റ്റ് ഹയസ്റ്റ് ലിക്വിഡ് ഏതാണ്? M1 ആണ്. ലീസ്റ്റ് ലിക്വിഡ്, ലോവസ്റ്റ് ലിക്വിഡ് കറൻസി ഏതാണ്? M4 ആണ്. ഞാൻ പറഞ്ഞില്ലേ ഓരോ പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഓരോ പോയിന്റ്സ് പറഞ്ഞു തരുന്നുണ്ട്. നാരോ മണി, ബ്രോഡ് മണി, ഇനി RBIന്റെ കണക്ക് പ്രകാരമുള്ള മണി സപ്ലൈ ഏതാണ്? മോസ്റ്റ് ലിക്വിഡ് ഏതാണ്? ലീസ്റ്റ് ലിക്വിഡ് ഏതാണ്? എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങളിത് കേട്ടൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. നമ്മൾ അടുത്തതിലേക്ക് പോവാണേ. എന്താ സാധനം? സെൻട്രൽ ബാങ്ക് കേട്ടോ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് RBI, നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ ഇത് സ്ലൈഡിൽ എന്തോ തെറ്റിപ്പോയതാട്ടോ. സെൻട്രൽ ബാങ്ക് എന്താണ്? സെൻട്രൽ ബാങ്ക് എടാ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാ? ഒന്ന് കമന്റ് ഇട്ട്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാ? ഒന്ന് കമന്റ് ഇട്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ഇടുക. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് ആരാണ്? ദാദോം കി ദാദാ, ദ ബഡാ ദാദാ എബ്രഹാം ഖുറൈശി, എബ്രഹാം ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ആരാണത്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്ന ആരാണ്? അല്ലെങ്കിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്ന ആരാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് കേട്ടോ. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നിങ്ങൾ നോക്കുക, ദ സെൻട്രൽ ബാങ്ക് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രീസ് മോണിറ്ററി സിസ്റ്റം. ഒരു രാജ്യത്തിലെ ഏറ്റവും പരമോന്നത ബാങ്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻട്രൽ ബാങ്ക് എന്ന് വിളിക്കുക. ഒരു രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത ബാങ്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻട്രൽ ബാങ്ക് എന്ന് വിളിക്കുക.
രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഈസ് RBI. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എടാ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI ഗവർണർ ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാ? ഒന്ന് കമന്റ് ഇട്ടെ, നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. RBI ഗവർണർ ആരാണ്? നമ്മുടെ കേന്ദ്ര ബാങ്കിന്റെ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഗവർണർക്കാണ് പവർ ഉണ്ടാവുക. നമ്മുടെ നോട്ടിലൊക്കെ അയാൾ സൈൻ ചെയ്യും കേട്ടോ. നോട്ടിലൊക്കെ അയാളുടെ സിഗ്നേച്ചർ ഉണ്ടാവും. ആരാണത്? അയാളുടെ പേരെന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ RBIയുടെ ഗവർണർ ആരാണ്? ഒന്ന് കമന്റ് ഇട്ടെ. ആരാണ്? നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ, ഒന്ന് കമന്റ് ഇട്ടെ. സഞ്ജയ് അല്ലെ, സഞ്ജയ് മൽഹോത്ര എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര അതാണ് ഇന്ത്യയുടെ എന്ത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. പഠിച്ചു വെക്കണേ, സഞ്ജയ് മൽഹോത്ര കേട്ടോ. സഞ്ജയ് മൽഹോത്ര, മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ RBI, അതായത് റിസർവ് ബാങ്ക് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് 1935 കേട്ടോ. 1935 ഇന്ത്യയിൽ RBI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് 1935. ഇത് ചോദിക്കും essay ക്വസ്റ്റ്യൻ, 8 മാർക്കിന്റെ ചോദ്യം, 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പോലെ ഇത് ചോദിക്കാറുണ്ട്. എന്താണിത്? ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ, കണ്ടില്ലേ? ഷുവർ ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഏട്ടാ, ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? എന്തൊക്കെയാ അല്ലെ? എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? സെൻട്രൽ ബാങ്ക് എന്തൊക്കെയാ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാം, ഇഷ്യൂ ഓഫ് കറൻസി. കറൻസി ഇഷ്യൂ ചെയ്യാം. എന്ത് ചെയ്യാം? കറൻസി ഇഷ്യൂ ചെയ്യാട്ടോ. ഒരു രാജ്യത്ത് എന്ത് ചെയ്യണം? കറൻസി ഇഷ്യൂ ചെയ്യണം. നോട്ട് അച്ചടിച്ചിറക്കണം. നോട്ട് അച്ചടിച്ചിറക്കാം. കറൻസി എന്ത് ചെയ്യുക? അച്ചടിച്ചിറക്കണം. നോട്ട് ഇഷ്യൂ ചെയ്യാം. RBIന്റെ ഡ്യൂട്ടിയാണ് എന്ത്? അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ, ഏത് രാജ്യത്തിന്റെയും സെൻട്രൽ ബാങ്ക്. അമേരിക്കയിൽ ഫെഡറൽ സിസ്റ്റം ആണ്. സ്പെയിനിൽ ഏതാണ്? ബാങ്ക് ഓഫ് സ്പെയിൻ ആണ്. നിങ്ങൾ മണി ഹൈസ്റ്റ് എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടില്ലേ? അതിലെന്താണ്? അവിടുത്തെ ബാങ്ക് ഓഫ് സ്പെയിൻ കൊള്ളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇറങ്ങുന്നത് കേട്ടോ. ഇന്ത്യയിൽ ആരാണ്? RBI ആണ്. അതിന് ധർമ്മം എന്താണ്? കറൻസി ഇഷ്യൂ ചെയ്യട്ടോ. ഇന്ത്യയിൽ എന്താണ്? സെൻട്രൽ ബാങ്ക് ഇഷ്യൂസ് ഓൾ കറൻസി എക്സെപ്റ്റ് 1 rupee നോട്ട് ആൻഡ് കോയിനും. 1 രൂപ നോട്ടും കോയിനും ഒഴികെ ബാക്കി എല്ലാ നോട്ടും ഇറക്കുന്നത് ആരാണ്? RBI ആണ് കേട്ടോ. 1 രൂപ നോട്ടും കോയിനും ഒഴികെ ബാക്കി എല്ലാം ഇറക്കുന്ന ആരാണ്? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ആണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത്, ബാങ്കർ ടു ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റിന് ആവശ്യമുണ്ടെങ്കിൽ പൈസ കടം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ബാങ്കറാണ് ആര്? ഈ പറയുന്ന സെൻട്രൽ ബാങ്ക്. അപ്പം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ സ്വന്തം സെൻട്രൽ ബാങ്ക് ആണ്. അടുത്തത്, ബാങ്കേഴ്സ് ബാങ്ക് കേട്ടോ. രാജ്യത്തിലുള്ള എല്ലാ ബാങ്കുകളുടെയും തലവനാണ് ആര്? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെയും തലവനാണ് ആര്? നമ്മുടെ സെൻട്രൽ ബാങ്ക്. രാജ്യത്തുള്ള ബാങ്കുകളുടെ തലവനാണ് ആര്? സെൻട്രൽ ബാങ്ക് കേട്ടോ. രാജ്യത്തിന്റെ ബാങ്കുകളുടെ തലൈവർ അല്ലേ? അതന്നെ മനസ്സിലായി. തലൈവർ അല്ലേ? തലൈവരാണത്. ബാങ്കേഴ്സ് ബാങ്ക്, രാജ്യത്തിന്റെ തലൈവർ അല്ലേ? അതാണ്. അടുത്തത്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ. രാജ്യത്തിൽ പൈസയെ സപ്ലൈ അതായത് പൈസ സപ്ലൈ ചെയ്യുന്നതിന് കൺട്രോൾ ചെയ്യാം. രാജ്യത്തിലുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? അതായത് രാജ്യത്ത് 2 കേസ് വരാറുണ്ട്, ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും. എടാ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ പറയും അടുത്ത പോയിന്റിൽ പറയാനുണ്ട്. ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? പണപ്പെരുപ്പം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ സാധനങ്ങളുടെയൊക്കെ വില ഇങ്ങനെ കൂടുക. അല്ലെങ്കിൽ വേറെ പോയിന്റിൽ പൈസയുടെ മൂല്യം കുറയുക. എടാ, വേറെ ഫാക്ട്, എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്, പക്ഷെ പൈസക്ക് എന്തില്ല? മൂല്യമില്ല. അങ്ങനെ മനസ്സിലാക്കി വെക്കാം. എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്, എന്നാൽ പൈസക്ക് മൂല്യമില്ല. ഈ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫ്ലേഷൻ. എക്കോണമിയിൽ 2 സിറ്റുവേഷൻ ആണ് വരാറുള്ളത്, ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും. ഈ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് കേട്ടോ. ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും വന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് അത് പരിഹരിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ സെൻട്രൽ ബാങ്ക് ആണ്. അടുത്തത്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ വേറെ രാജ്യത്തിന്റെയും കറൻസികൾ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഡോളർ ഉണ്ടാവും, യൂറോ ഉണ്ടാവും, അതുപോലെ തന്നെ റിയാലും ദിനാറും
പൗണ്ടുകളും പല കറൻസികളും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ചൈനയുടെ കറൻസീസ് ഒക്കെ, യുവാൻ കറൻസീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ പല കറൻസീസ് നമ്മൾ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കാറുണ്ട്. മനസ്സിലായില്ല? അതൊക്കെ ആരാണ് വെക്കുക? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് കേട്ടോ. വിദേശ കറൻസികളും ഫോറിൻ കറൻസികളും ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കാം. അടുത്തത് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അതായത് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് ഫേസ് ഫിനാൻഷ്യൽ ക്രൈസിസ്, ദേ അപ്രോച്ച് RBI. അതായത് നമ്മൾ പറയില്ലേ, ലൂസിഫർ സിനിമയിൽ പറയുന്നുണ്ട്, ചുറ്റുമുള്ളതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അന്ന് ഞാൻ ജീവനോടെ ഇല്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാവുള്ളൂ. സ്റ്റീഫൻ നെടുമ്പള്ളി, നേരിനാൽ ജയിച്ചവൻ അല്ലേ, പോരിനായി വെറുത്തവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് റിസോർട്ട്, ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, രാജ്യത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ, ചുറ്റുമുള്ളതെല്ലാം പോയിട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു എന്ന് തോന്നിയാൽ അന്ന് നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാവുള്ളൂ. അതാണ് സെൻട്രൽ ബാങ്ക്, ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. എബ്രഹാം ഖുറൈശി, എബ്രഹാം അല്ലേ, മനസ്സിലായില്ലേ? അതാണ് ആര്? ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലും അത് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസാന അത്താണിയാണ് ആര്? സെൻട്രൽ ബാങ്ക്. നെക്സ്റ്റ് പോയിന്റ്, നാഷണൽ ക്ലിയറിംഗ് ഹൗസ് കേട്ടോ. സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഫിനാൻഷ്യൽ ക്ലെയിം ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് ഫിനാൻഷ്യൽ ബാങ്ക്സിന്റെ ക്ലെയിം പർപ്പസ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അടുത്തത് പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ്. RBI പബ്ലിഷ് റിപ്പോർട്ട്സ് അബൌട്ട് ബാങ്കിങ്, കറൻസി, ഫിനാൻസ്. RBIന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവും. RBI ഓരോ ടേമുകളിലും പല പല റിപ്പോർട്ടുകൾ കൊണ്ടുവരും. രാജ്യത്ത് ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, റിപ്പോർട്ടുകൾ കൊണ്ടുവരാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, RBIയുടെ ഫങ്ഷൻസ് പഠിച്ചു വെച്ചോ. അതായത് സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ്, നമ്മളിപ്പോൾ പറഞ്ഞ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അല്ലെങ്കിൽ RBI എന്ന് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. RBIയുടെ ഫങ്ഷന് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് 8 ഫങ്ഷൻസ് ഉണ്ട്. ഒരു 7 എണ്ണെങ്കിലും പഠിച്ചു വെക്കാം, മിനിമം 7 എണ്ണെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലാസ് കഴിയാനായി, കുറച്ചും കൂടെ ഒരു 10-15 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് കൊണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. നമ്മൾ മിനിമം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ പറയണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ് ഒരു ബാങ്കിന്റെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്. എടാ, നിങ്ങളുടെ ബാങ്ക് ഏതാ? നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട്, ആ ബാങ്കിന്റെ പേരൊന്ന് കമന്റ് ഇട്ടേ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ പേര് ഒന്ന് കമന്റ് ഇട്. ഒന്ന് കമന്റ് ഇട്. ഓക്കെ, ബാങ്കിന്റെ പേരൊന്ന് കമന്റ് ഇട്ടേ, ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്. SBI, നഫീം ശ്രീ. ഓക്കെ, SBI, ഗീതിക രഞ്ജിത്ത്. കർണാടക ബാങ്ക്, അതേ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്, HDFC. ബാങ്ക് ഏതാ? ഒന്ന് കമന്റ് ഇട്ടേ. എടാ, എൻ്റെ ബാങ്ക് അക്കൗണ്ട്, എനിക്ക് 3 ബാങ്ക് അക്കൗണ്ട് ഉണ്ട് കേട്ടോ. എനിക്ക് 3 ബാങ്ക് അക്കൗണ്ട്. ഒന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് എടുക്കാം? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ ഫെഡറൽ ബാങ്ക് ഉണ്ട്, പിന്നെ നാട്ടിലുള്ളൊരു ഫറോക്ക് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. അങ്ങനെ പല ബാങ്കുകൾ. നമുക്ക് എത്ര ബാങ്ക് വേണമെങ്കിൽ തുടങ്ങാം. പിന്നെ ഞാൻ പോസ്റ്റ് ഓഫീസ് ബാങ്ക് തുടങ്ങണം എന്ന് വിചാരിക്കണം. നല്ലൊരു സംഭവമാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ് ബാങ്ക്. കഴിയുന്ന നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അപ്പം നമ്മുടെ ബാങ്കുകൾക്ക് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. നാട്ടിലെ ബാങ്കുകൾക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. പഠിച്ചു വെക്കാം. പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. പ്രൈമറി ഫംഗ്ഷന്, സെക്കൻഡറി ഫംഗ്ഷന്, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ കേട്ടോ. ഒരുപാട് കാര്യത്തിന് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. മണിയുടെ ഫംഗ്ഷൻ പഠിച്ചു, സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻ ആണ്. പ്രൈമറി ഫംഗ്ഷൻ എന്തൊക്കെയാ? ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തൊക്കെ ചെയ്യുന്നത്? നാട്ടിലുള്ള ബാങ്കുകൾ എന്തൊക്കെ ചെയ്യുന്നത്? ഒന്ന് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് ഡെപ്പോസിറ്റ് സ്വീകരിക്കും. നമ്മുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യും? അവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് സ്വീകരിക്കും. ഏതൊക്കെ അക്കൗണ്ടുകളാണുള്ളത്? ഒരു ബാങ്ക് പോയി കഴിഞ്ഞാൽ പല ഡെപ്പോസിറ്റുകളുണ്ട്.
സേവിങ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇത് ഓരോന്നും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതിന്റെ ആവശ്യം നമുക്കില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, നമ്മൾ കൊടുക്കുന്ന പൈസ അവർ ആക്സെപ്റ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ഇടും. നമുക്ക് വേണ്ട രീതിയിലുള്ള ഡെപ്പോസിറ്റ് എടുക്കാം. സേവിങ് ആണോ, കറന്റ് ആണോ, FD അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണോ, ഓരോന്നിനും ഓരോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബാങ്കുകാർ ഈടാക്കൽ കേട്ടോ. അടുത്തത് ലെൻഡിങ് മണി, നമുക്ക് ബാങ്ക് എന്ത് ചെയ്യും, കടം തരും. ബാങ്ക് നമുക്ക് എന്ത് തരും, ഇങ്ങോട്ട് പൈസ തരും അല്ലേ. നമ്മൾ ലോൺ എടുക്കുന്നില്ലേ, ലോൺ എടുക്കുന്നത് ബാങ്ക് ഇങ്ങോട്ട് പൈസ തരും കേട്ടോ. ലെൻഡിങ്, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻഡിങ്. ഒന്ന് ക്യാഷ് ക്രെഡിറ്റ് തരാം, ക്യാഷ് ആയിട്ട് തരാം. ഒന്ന് ലോൺ ആയിട്ട് തരാം, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് തരാം. എൻ്റെ ഓവർ ഡ്രാഫ്റ്റ്, എനിക്ക് 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, എനിക്ക് 8 ലക്ഷമേ അവർക്ക് അനുവദിച്ചു തരാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ ബാങ്കിന് ഒരു റിലയബിൾ, ഒരു വിശ്വാസമുള്ള, ഒരു എന്താണ് വിശ്വസിക്കാൻ പറ്റുന്ന എന്താണ് ഒരു കസ്റ്റമർ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉപയോഗിച്ച് എക്സ്ട്രാ പൈസ എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അത് ബാങ്കുകൾ എല്ലാവർക്കും കൊടുക്കില്ല. അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള, അത്രയും ക്രെഡിറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ, നല്ല ബിസിനസ് റണ്ണപ്പ് ഉള്ള, നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് കൊടുക്കുള്ളൂ. അങ്ങനെ പല രീതിയിൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അടുത്തെന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്. ബാങ്ക് ഇൻവെസ്റ്റ് ദർ സർപ്ലസ് ഫണ്ട്സ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അടുത്തത് ക്രിയേഷൻ ഓഫ് സെക്കൻഡറി ഫണ്ട്, ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് പൈസ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. സെക്കൻഡറി ഫംഗ്ഷൻസിൽ നോക്കുക, ഏജൻസി ഫംഗ്ഷൻസും മിസ്ലാനിയസ് ഫംഗ്ഷൻസും, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏജൻസി ഫംഗ്ഷൻ, ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, എടാ ബാങ്ക് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തോടെ. ഇതൊക്കെ നിങ്ങൾ കോമൺലി അറിയുന്ന കാര്യമാണ്. അത് ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നത്, കോമൺലി അറിയുന്ന കാര്യമാണ്. ഏജൻസി ഫംഗ്ഷൻ എന്തൊക്കെയാ, ഒന്ന് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാങ്കിൽ നിന്ന് വേറെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഒരു ബാങ്കിൽ നിന്ന് വേറെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഷെയർ ആൻഡ് സെക്യൂരിറ്റീസ് ഓൺ ദ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ്. പർച്ചേസ് ആൻഡ് സെൽ, എന്ത്, സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം, സെൽ ചെയ്യാം, എന്തും ചെയ്യാം. അടുത്തത് കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. ഡിവിഡൻഡും അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. അടുത്തത് പേയ്മെന്റ് ബിൽ ആൻഡ് ഇൻഷുറൻസ് പ്രീമിയം, എന്ത് ബില്ല് വേണമെങ്കിൽ ബാങ്ക് ഉപയോഗിച്ച് അടയ്ക്കാം. അടുത്തത് പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് കൺസൾട്ടൻസി ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് ഇൻകം ടാക്സ് പേയ്മെന്റ്. ബാങ്ക് ത്രൂ നമുക്ക് ഇൻകം ടാക്സ് കൺസൾട്ടൻസി ആയിട്ടോ ഇൻകം ടാക്സ് പേയ്മെന്റ്സ്, അങ്ങനെ എന്ത് ഫംഗ്ഷനും ബാങ്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഏജൻസി ഫംഗ്ഷൻസ്. അടുത്തത് അതിന് മിസ്ലാനിയസ് ഫംഗ്ഷനിൽ എന്താണ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ കറൻസീസിന്റെ കാര്യങ്ങൾ ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലോക്കർ ഫെസിലിറ്റീസ്, ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, പല ഫെസിലിറ്റി, മൊബൈൽ ബാങ്കിങ് കേട്ടോ, ഓൺലൈൻ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്. CDM, എന്താണ് CDM, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ആട്ടോ. CDM എന്ന് വെച്ചാൽ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. ഇങ്ങനെ പല ഫംഗ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ ഏതാണ്, ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. എന്താണ് ഡെവലപ്മെന്റ് ഫംഗ്ഷന്, ലോൺസ് ടു വീക്കർ സെക്ഷൻ അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സമൂഹത്തിലെ പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് എന്ത് കൊടുക്കുന്നുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തെന്താണ്, ലോൺസ് ടു അൺഎംപ്ലോയിഡ് ടു ഫൈൻഡ് എംപ്ലോയ്മെന്റ്. പാവപ്പെട്ട ആൾക്കാർക്ക് ലോൺ കൊടുക്കുന്നു, അതായത് ജോലിയും കൂലിയും ഇല്ലാത്ത ആൾക്കാർക്ക് ലോൺ കൊടുത്തിട്ട് അവരെ എംപ്ലോയ്മെന്റ് ഉള്ള ആൾക്കാരാക്കി മാറ്റുന്നു. അടുത്തെന്താ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, അതായത് ഓരോ സെക്ടേഴ്സിനനുസരിച്ച് എന്ത് ചെയ്യും, കടം കൊടുക്കും. ഏത് സെക്ടറിനാണോ പൈസ ആവശ്യമുള്ള അവർക്ക് കടം കൊടുക്കും. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പ്രൊമോഷൻ, അതും കൂടെ എഴുതി കേട്ടോ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ലോൺ കൊടുക്കുന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ലോൺ കൊടുക്കുന്നു കേട്ടോ. ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു, ലോൺ പ്രൊവൈഡഡ് കേട്ടോ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ്, ദർ ആർ പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ. അതിൽ പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, പിന്നെ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്, പിന്നെ നമ്മൾ ATM, CDM, ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഡെവലപ്മെന്റ് ഫംഗ്ഷൻസ്, ലോൺ ടു വീക്കർ സെക്ഷന്, ലോൺസ് ടു അൺഎംപ്ലോയിഡ് പേഴ്സൺസ്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോൺ കൊടുക്കുന്നു. അടുത്ത് മണി ക്രിയേഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ. ഇതിൽ നിങ്ങൾ കുറച്ച് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ചെറിയ ചെറിയ ഇക്വേഷൻസ് ഉണ്ട്, ചെറിയ പോയിന്റ്, ഞാൻ പറയുന്ന പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പറയുന്ന പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് എന്താണ്, എക്സാമിന് ഒരുപാട് കാര്യങ്ങൾ വേറെ ചോദിക്കാനുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എന്താണ് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക,
മണി ക്രിയേഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക്സ്. എങ്ങനെയാണ് ബാങ്കിൽ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? മണി ക്രിയേഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ, ക്രെഡിറ്റ് വെച്ചാൽ പൈസ ഉണ്ടാക്കുന്നത്, ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫോളോയിങ് ടു റേഷ്യോസ്. ഒന്ന് CDR, മറ്റേത് RDR. രണ്ട് റേഷ്യോസ് പറയുന്നുണ്ട്, CDR-ഉം RDR-ഉം. രണ്ടിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. CDR എന്ന് വെച്ചാൽ എന്താ? കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ കേട്ടോ. CDR എന്ന് വെച്ചാൽ എന്താ? കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. CDR മീൻസ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. CDR എന്ന് വെച്ചാൽ എന്താ? കറൻസി ഡെപ്പോസിറ്റ് ചെയ്യുന്ന റേഷ്യോനെ നമ്മൾ എന്ത് വിളിക്കാം? CDR കേട്ടോ. എന്ന് വെച്ചാൽ എന്താ? CU, കറൻസി ഹെൽഡ് ബൈ പബ്ലിക് ഡിവൈഡഡ് ബൈ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. CU by DD, കറൻസി ഹെൽഡ് ബൈ പബ്ലിക് ഡിവൈഡഡ് ബൈ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. CDR-ന്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ഒരു മാർക്കിന് ഒരു മാർക്കിന്റെ ചോദ്യം കേട്ടോ. ഒരു മാർക്കിന്റെ ചോദ്യം ചോദിക്കും. CDR-ന്റെ ഇക്വേഷൻ, CDR is equal to CU by DD, കറൻസി ഹെൽഡ് ബൈ പബ്ലിക് ഡിവൈഡഡ് ബൈ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, പിന്നെ ഈ ഒരു സാധനം കൂടെ ഈ ഒരു റിലേഷൻ കൂടെ പഠിച്ചു വെക്കണേ. CDR കുറയാണെങ്കിൽ, കറൻസി ഡെപ്പോസിറ്റ് ചെയ്യുന്ന റേഷ്യോ കുറയാണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ റൈസസ്. പഠിച്ചു വെച്ചോ. ഇഫ് CDR falls, ക്രെഡിറ്റ് ക്രിയേഷൻ റൈസസ്. മനസ്സിലായില്ലേ? ഇതിന്റെ ഓപ്പോസിറ്റും പഠിച്ചേക്കാം. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. CDR കുറവാണെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത്? ക്രെഡിറ്റ് ക്രിയേഷൻ കൂടും, ക്രെഡിറ്റ് ക്രിയേഷൻ റൈസസ്. അതായത് കറൻസി ഡെപ്പോസിറ്റ് ചെയ്യുന്ന റേഷ്യോ. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ കയ്യിലുള്ള കറൻസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. ആ റേഷ്യോ എന്താണ്? CDR എന്താണ്? CDR കൊടുക്കുന്നത്, അതായത് ബാങ്ക് ത്രൂ ആണല്ലോ നമുക്ക് പൈസ കിട്ടുന്നത്. ബാങ്ക് ത്രൂ ആണ് നമുക്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ത്രൂ ആണ് ജനങ്ങൾക്ക് പൈസ കിട്ടുന്നത്, ജനങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ കയ്യിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ, ക്യാഷ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? കുറച്ച് അവരുടെ കയ്യിലുള്ള പൈസയുടെ ഒരു ഭാഗം RBIന്റെ കയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ CDR കൊടുക്കുന്നതിന് അളവ് കുറവാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള പൈസന്റെ അളവ് കൂടുതലായിരിക്കും. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള പൈസയുടെ അളവ് കൂടുതലാണെങ്കിൽ അതുവഴി ജനങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടും. മനസ്സിലായോ? ജനങ്ങൾക്ക് പൈസ കിട്ടുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വഴിയാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ കൂടും. CDR എന്ന് വെച്ചാൽ എന്താ? CDR എന്ന് വെച്ചാൽ എന്താ? കറൻസി. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള കറൻസി ആരെ കയ്യിൽ കൊടുക്കണം? കുറച്ച് RBIന്റെ കയ്യിൽ കൊടുക്കണം. അതായത് RBIന്റെ കയ്യിൽ കൊടുക്കേണ്ട ആ റേഷ്യോ കുറവാണെങ്കിൽ, RBIന്റെ ഇപ്പൊ കയ്യിൽ ഇത്ര പൈസ കൊടുക്കണ്ട, കുറച്ച് പൈസയെ കൊടുത്താൽ മതി, കുറെ പൈസ കൊടുക്കണ്ട. അതായത് റേഷ്യോ കുറവാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടാവും. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ അത് ആരെ കയ്യിലേക്ക് എത്തും? ജനങ്ങളുടെ കയ്യിലേക്ക് എത്തും. CDR falls, ക്രെഡിറ്റ് ക്രിയേഷൻ റൈസസ്. നോക്കുക, ഇത് ഇക്വേഷൻ ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇത് ഡിവൈഡ് ചെയ്ത് CU by DD ചെയ്താണ്. അതായത് ഇവിടെ എന്താണ്? 4 എന്ന് വെച്ചാൽ വലിയൊരു സംഖ്യയാണ് കേട്ടോ. ഹയർ CDR മീൻസ് ലെസ് ബാങ്ക് ഡെപ്പോസിറ്റ് ആൻഡ് ലെസ് ക്രെഡിറ്റ് ക്രിയേഷൻ. അതായത് നമ്മൾ RBIയിലേക്ക് കൊടുക്കുന്ന പൈസ കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ എന്താണ്? CDR കൂടുതലാണെങ്കിൽ ലെസ് ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. ഇനി ഇത് 0.25 ഡിവൈഡ് ചെയ്ത വാല്യൂ ആണ്. ഇത് 20 ഡിവൈഡ് ബൈ 80 ഡിവൈഡ് 20 ചെയ്തപ്പോൾ 4 കിട്ടി, അല്ലെങ്കിൽ 20 ഡിവൈഡ് ബൈ 80 ചെയ്തപ്പോൾ എന്താണ്? 2.5 കിട്ടി, 0.25. അതായത് CDR കുറവാണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് കൂടും, അതുപോലെ ക്രെഡിറ്റ് ക്രിയേഷനും കൂടും, ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് കൂടും. അതായത് RBIക്ക് കൊടുക്കേണ്ട പൈസയുടെ അളവ് കുറയും, അതുവഴി നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ കൂടും. RDR-ഉം സെയിം കോൺസെപ്റ്റ്. ഇത് എന്തിന്റെ രൂപത്തിലാണ്? റിസർവിന്റെ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. ഇതും ഇതേ പോയിന്റ്. RDR കുറവാണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ റൈസസ്, RDR ഫോൾ ആണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷനും ഫോൾ ആയിരിക്കും, അല്ല ഹൈ ആയിരിക്കും. RDR എന്ന് വെച്ചാൽ എന്താ? റിസർവ് ഡെപ്പോസിറ്റ് കേട്ടോ. റിസർവ്, അതായത് നമ്മൾ എന്താ പറയുക? റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ. നമ്മൾ റിസർവ് രൂപത്തിൽ എടുത്തു വെക്കുന്ന പൈസ, അതും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർക്ക് കൊടുക്കണം? സെൻട്രൽ ബാങ്കിന് കൊടുക്കണം. ആ അളവും കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇതും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്ത് പോയിന്റ്സ് നമ്മൾ എഴുതി വെച്ച്, ലോവർ RDR, ഹയർ ക്രെഡിറ്റ് ക്രിയേഷൻ, ഹയർ RDR, ലോവർ ക്രെഡിറ്റ് ക്രിയേഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക. R ഡിവൈഡ് ബൈ DD, ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഇക്വേഷൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പഠിക്കേണ്ടത്. ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. പിന്നെ ആ പോയിന്റ്സും ഒന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഹൈ പവേർഡ് മണി? H കേട്ടോ. H എന്താ അല്ലേ? H എന്താന്ന് ചോദിക്കും. ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണി എന്താണ്? ഹൈ പവർ ഉള്ള മണി എന്താ എന്ന് ചോദിച്ചിട്ട് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മോണിറ്ററി ബേസ്, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ദ ടോട്ടൽ ലാബിലിറ്റി ഓഫ് മോണിറ്ററി അതോറിറ്റി, ദ ടോട്ടൽ ലാബിലിറ്റി ഓഫ് RBI. എടാ, RBIന്റെ ടോട്ടൽ ലാബിലിറ്റി എന്താണ്? ഇതാ ദ ടോട്ടൽ ലാബിലിറ്റി. ഓക്കെ, ലാബിലിറ്റി ഓഫ് RBI നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? H എന്ന് വിളിക്കുക. ഹൈ പവേർഡ് മണി കേട്ടോ.
The total liability of RBI is called H, high powered money. The total liability of RBI is called എന്താണ് high powered money. അതിന്റെ ഇക്വേഷൻ എന്താ? H is equal to CU plus R, currency plus reserve of money. കറൻസിയും റിസർവ് ഓഫ് മണിയും കൂട്ടിക്കഴിഞ്ഞ് എന്ത് കിട്ടും? എച്ച് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. H is equal to currency plus R, R എന്ന് വെച്ചാൽ റിസർവ് മണി. H is equal to CU plus R. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓരോ ഇക്വേഷൻസും ഓരോ പോയിന്റും നമ്മൾ പോയിന്റുകൾ മാത്രം ഡീകോഡ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത് നിങ്ങൾ നോക്കുക, മണി മൾട്ടിപ്ലയർ എന്താണ്? വാട്ട് ഈസ് മണി മൾട്ടിപ്ലയർ? മണി മൾട്ടിപ്ലയർ എന്താണ്? മണി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ ചോദിക്കുക. മണി മൾട്ടിപ്ലയർ ഈസ് ഇക്വൽ ടു എന്താണ്? M by H, അതായത് മണി സപ്ലൈ ഡിവൈഡഡ് ബൈ ഹൈ പവേർഡ് മണി. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണി എന്ന് വെച്ചാൽ എന്താ? ദ ടോട്ടൽ മണി ലാബിലിറ്റി ഓഫ് RBI. ടോട്ടൽ മണി ലാബിലിറ്റി ഓഫ് RBI ആണ് നമ്മൾ എന്ത് വിളിച്ചത്? H എന്ന് വിളിച്ചത്. ലയബിലിറ്റി കേട്ടോ, ലയബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലാബിലിറ്റി. ഈ ലാബിലിറ്റി മണിയാണ് നമ്മൾ ഹൈപ്പേർഡ് മണി എന്ന് വിളിച്ചത്. അപ്പൊ മണി മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ എന്താ? M by H, M divided by H. അതിന് വേറെ രൂപത്തിൽ നമുക്ക് മാറ്റി എഴുതാം. 1 plus CDR divided by CDR plus RDR. എന്താണ്? 1 plus CDR. CDR എന്ന് വെച്ചാൽ ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ ഡിവൈഡഡ് ബൈ ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ പ്ലസ് RDR. ഇതൊക്കെ ഇക്വേഷൻ എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളാണ് അധികം വരാറുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളാണ് അധികം വരാറുള്ളത്. അതൊന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിന് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്താം? മണി മൾട്ടിപ്പിൾ ഈസ് ഇക്വൽ ടു 1 divided by CRR, 1 divided by CRR. അപ്പം മണി മൾട്ടിപ്ലയർ കേട്ടോ, മണി മൾട്ടിപ്ലയർ MM ഈസ് ഇക്വൽ ടു 1 divided by CDR, CRR ക്യാഷ് റിസർവ് റേഷ്യോ കേട്ടോ, ക്യാഷ് റിസർവ് റേഷ്യോ. CRR എന്ന് വെച്ചാൽ എന്താ? എവരി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവരുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റിന്റെ സർട്ടൺ പെർസെൻറ്റേജ് ആരെ കയ്യിൽ കൊടുക്കണം? RBIന്റെ കയ്യിൽ കൊടുക്കണം. ഈ റേഷ്യോനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാഷ് റിസർവ് റേഷ്യോ. മനസ്സിലാക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ ഡെപ്പോസിറ്റ്, അവരുടെ കയ്യിലുള്ള പൈസയുടെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആരെ കയ്യിൽ കൊടുക്കണം? RBIന്റെ കയ്യിൽ കൊടുക്കണം. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? CRR എന്ന് വിളിക്കുക. അപ്പം MM എന്ന് വെച്ചാൽ എന്താ? മണി മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ എന്താ? 1 divided by CRR. അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ്? CRR. ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടുന്നുള്ളൂ. CRR 20% ഫൈൻഡ് മണി മൾട്ടിപ്ലയർ. അപ്പൊ CRR 20%. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 20 divided by 10, ദാറ്റ് ഈസ് ഇക്വൽ 0.2. ഓക്കെ, 0.2 ആണ് മണി മൾട്ടിപ്ലയർ. എന്താണ്? 1 by 0.2 വിച്ച് ഈസ് ഇക്വൽ ടു 5 കേട്ടോ. ഒന്നും അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് ഇട്ടുന്നുള്ളൂ കേട്ടോ. അടുത്തത് ദ ലാസ്റ്റ് വൺ, മോണിറ്ററി പോളിസി, സെൻട്രൽ ബാങ്ക്. ഷുവർ ക്വസ്റ്റ്യനും. എടാ, ഒരു രാജ്യത്തിന്റെ ബാങ്ക്, ഒരു രാജ്യത്തിലെ സെൻട്രൽ ബാങ്കിന്റെ പോളിസീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോണിറ്ററി പോളിസി കേട്ടോ. എന്താ വിളിക്കുക? മോണിറ്ററി പോളിസി. ഒരു രാജ്യത്തിന്റെ ഒരു സെൻട്രൽ ബാങ്കിന്റെ എന്താണ്? പോളിസീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എന്ത് പേരിട്ട് വിളിക്കുക? മോണിറ്ററി പോളിസി. എടാ, ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ പോളിസിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിസ്ക്കൽ പോളിസി എന്ന് വിളിക്കുക കേട്ടോ. ഗവൺമെന്റ് ആണെങ്കിൽ ഫിസ്ക്കൽ പോളിസി, ബാങ്ക് ആണെങ്കിൽ മോണിറ്ററി പോളിസി. അത് രണ്ടും മാറരുത്. ബാങ്ക് ആണെങ്കിൽ മോണിറ്ററി പോളിസി, സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസിയാണ് ഇത് ഫിസ്ക്കൽ പോളിസി. ഒരു രാജ്യത്ത് ഇൻഫ്ലേഷനോ ഡീഫ്ലേഷനോ വരുന്ന സമയത്ത് മനസ്സിലാക്കുക, ഒരു രാജ്യത്ത് ഇൻഫ്ലേഷൻ വരാം, ഡീഫ്ലേഷൻ വരാം. അതായത് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനാണ് ഒരു രാജ്യത്ത് ബാധിക്കാറുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സമയത്ത് ഇത് പരിഹരിക്കാൻ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് കൊണ്ടുവരുന്ന പോളിസിയാണ് ഇത് മോണിറ്ററി പോളിസി. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് കൊണ്ടുവരുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസിയാണ് ഇത് ഫിസ്ക്കൽ പോളിസി. അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് ഏതാണ്? മോണിറ്ററി പോളിസി. ഏതാ? മോണിറ്ററി പോളിസി ഇസ് ദ പോളിസി ഓഫ് ദ സെൻട്രൽ ബാങ്ക് കേട്ടോ. മോണിറ്ററി പോളിസി ആരതാണ്? മണി പോളിസി. മണി എന്ന് കേൾക്കുമ്പോൾ തന്നെ ബാങ്ക് ആണ്. അപ്പൊ എന്താണ്? സെൻട്രൽ ബാങ്ക് കൊണ്ടുവരുന്ന പോളിസിയാണ് ടു റെഗുലേറ്റ് ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ. ക്രെഡിറ്റും മണി സപ്ലൈയും, എത്ര എമൗണ്ട് ഇപ്പം കടം കൊടുക്കാൻ പറ്റും, എത്ര നമ്മൾ പൈസയെ കൺട്രോൾ ചെയ്യണം, എക്കോണമിയുടെ അവസ്ഥ എന്താ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പോളിസിയുടെ ഔട്ട്കം അല്ലെങ്കിൽ പോളിസി എങ്ങനെ നടപ്പിലാക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും. നോക്കുക, ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി. ഇപ്പൊ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗോളാണ് പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുക. രാജ്യത്തുള്ള സാധനങ്ങളുടെ വില സ്റ്റെബിലൈസ് ചെയ്യുക, സാധന സേവനങ്ങളുടെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്.
എടാ റീസെൻ്റ്ലി നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടെയൊക്കെ എന്താണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ, വൺ ഇൻഫ്ലേഷൻ വന്നിട്ട് അവിടുത്തെ എക്കോണമിയൊക്കെ തകർന്ന് തരിപ്പണമായി പോയി. അവിടെ ഒരു ചായക്ക് നാട്ടിൽ 600 രൂപയും 800 രൂപയും കൊടുക്കേണ്ട അവസ്ഥ. ഒന്ന് ആലോചിച്ചോക്ക്, ഒരു ചായക്ക് 800 രൂപ കൊടുക്കേണ്ട അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ സിറ്റുവേഷനിലേക്ക് വരെ പോയി. കാരണം എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവും, പക്ഷെ പൈസക്ക് എന്തുണ്ടാവില്ല, വില ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കാം ഇൻഫ്ലേഷൻ. അല്ലെങ്കിൽ സാധന സേവനങ്ങളുടെ പ്രൈസ് കൂടുക, ഇൻക്രീസിങ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ, ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കട്ടോ. ഇൻക്രീസിങ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഈസ് കോൾഡ് എന്താണ്? ഇൻക്രീസിങ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. സാധന സേവനങ്ങളുടെ വില കൂടുന്ന സിറ്റുവേഷനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഡിക്രീസിങ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി. ഞാൻ അവിടെ എഴുതി തരാം ഇൻഫ്ലേഷൻ എന്താണെന്നുള്ളത്. ഇൻഫ്ലേഷൻ ഓക്കെ എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ പണപ്പെരുപ്പം എന്ന് പറയും, പല ടേംസിലും വിളിക്കാം. ഇൻക്രീസിങ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ കേട്ടോ. ജനറൽ പ്രൈസ് ലെവൽ സാധന സേവനങ്ങളുടെ വില കൂടുക, പ്രൈസ് ലെവൽ കൂടുക. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, എന്താണ്? വേറെ പേര് വിളിക്കുക എന്താണ്? ഡിക്രീസിങ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി. പണത്തിന്റെ മൂല്യം കുറയുക. ഓക്കെ, പൈസയുടെ മൂല്യം കുറയും. എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്, പക്ഷെ പൈസക്ക് എന്തില്ല? വിലയില്ല. ഇൻഫ്ലേഷനും ഡീഫ്ലേഷനാണ് ഒരു രാജ്യത്ത് പ്രധാനമായിട്ടും ബാധിക്കുന്ന പ്രശ്നം കേട്ടോ. ഓക്കെ, ക്ലാസ് കഴിയാനായി. ലാസ്റ്റ് പോയിന്റാണ് ഇപ്പം കഴിയും കേട്ടോ. നോക്കാം. അപ്പം നിങ്ങൾ നോക്കാം, ഇവിടെ 2 പോയിന്റ് കൂടെ ഉണ്ട്. ടു സോൾവ് ദ പ്രോബ്ലം ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ ഷുഡ് ബി റെഡ്യൂസ്ഡ്. എന്താണ് നമ്മൾ എന്ത് ചെയ്യും? എടാ മോണിറ്ററി പോളിസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനം എന്താ? മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ എന്താ? ഇൻഫ്ലേഷനോ ഡീഫ്ലേഷനോ എക്കോണമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് കൊണ്ടുവരുന്ന പോളിസിയെ നമ്മൾ എന്ത് വിളിക്കുക? മോണിറ്ററി പോളിസി എന്ന് വിളിക്കുക. അത് 2 രീതിയിലുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സും ഉണ്ട്, അതുപോലെ ക്വാളിറ്റേറ്റീവ് മെഷറും ഉണ്ട്. അതുപോലെ എന്ത് മെഷറുണ്ട്? ക്വാളിറ്റേറ്റീവ് മെഷറും ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് എന്താണെന്നുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കണേ. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് എന്തായാലും പഠിച്ചു വെക്കണം നിർബന്ധമായിട്ട് കേട്ടോ. ഓക്കെ, എന്താണ് മോണിറ്ററി പോളിസി? ഇത് കൊണ്ടുവരുന്ന ആരാണ്? ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് കേട്ടോ. സെൻട്രൽ ബാങ്ക് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺട്രോൾ പ്രൈസ് സ്റ്റെബിലിറ്റി. ഇതൊക്കെ മേജർ പോയിന്റ്സ് ആണ്. ഞാൻ പോയിന്റ് ഡീകോഡ് ചെയ്ത് വെക്കാണ്. പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ടു കൺട്രോൾ പ്രൈസ് സ്റ്റെബിലിറ്റി, ഒരു രാജ്യത്തിന്റെ പ്രൈസ് സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യാൻ. ടു കൺട്രോൾ inflation and deflation. ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? the policy also focusing എന്താ ഫോക്കസ് ചെയ്യുന്നത്? also focusing economic growth and ഡെവലപ്മെന്റ്. ഓക്കെ, ഇതാണ് എന്ത്? മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്? മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്ക് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടു കൺട്രോൾ പ്രൈസ് സ്റ്റെബിലിറ്റി, ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. പോളിസി ഓൾസോ ഫോക്കസിങ് എക്കണോമിക് ഗ്രോത്ത്. ഇനി നമ്മൾ ഇതിന് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്ട്രുമെന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു സംശയം വേണ്ട. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി, ഇത് കഴിഞ്ഞ ചാപ്റ്റർ മോണിറ്ററി പോളിസി. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് മെഷറും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും ഉണ്ട്. അതുപോലെ ഏത് മെഷറുണ്ട്? ക്വാളിറ്റേറ്റീവ് കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും ഉണ്ട് കേട്ടോ. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് 2 രീതിയിലുള്ള മെഷേഴ്സ് ആണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ഓരോന്നും ഞാൻ എഴുതി തരാം. ക്വാണ്ടിറ്റേറ്റീവും
ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി. ക്വാണ്ടിറ്റേറ്റീവിൽ ഏതാ വരുന്നത്? ക്വാണ്ടിറ്റേറ്റീവിൽ CRR എന്ന് വെച്ചാൽ ക്യാഷ് റിസർവ് റേഷ്യോ. പഠിച്ചു വെക്കണേ, ക്യാഷ് റിസർവ് റേഷ്യോ CRR. രണ്ടാമത്തത് SLR. SLR എന്ന് വെച്ചാൽ എന്താ? സോറിയേ, വെയിറ്റ്, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഓക്കെ, SLR എന്ന് വെച്ചാൽ എന്താ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എടാ ഇതും കൂടെ കഴിഞ്ഞേ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അടുത്തത് ബാങ്ക് റേറ്റ്. എന്താണ് അടുത്തത്? ബാങ്ക് റേറ്റ്. ഇത് പഠിച്ചു വെക്കണേ, ചോദിക്കാൻ ബാങ്ക് റേറ്റ്. അടുത്തത് OMO എന്ന് വെച്ചാൽ എന്താ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പോയിന്റ് കൂടെ എഴുതി വെക്കാം. റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്നും റിവേഴ്സ് റിപ്പോ. ഇത് വേണമെങ്കിൽ അഡീഷണലി പഠിച്ചു വെച്ചോട്ടോ. റിവേഴ്സ് റിപ്പോ. ഇനി ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ ഏതൊക്കെയുള്ളത്? മാർജിൻ റിക്വയർമെന്റ്സ്. അടുത്തതാണ് മാർജിൻ റിക്വയർമെന്റ്സ്. പിന്നെ മോറൽ സുവേഷൻ. നെക്സ്റ്റ് വൺ ഏതാണ്? ഡയറക്റ്റ് ആക്ഷൻ. എടാ ഈ പോയിന്റ്സ് പഠിച്ചു വെക്കണേ. എടാ അത് ഓക്കെ അല്ലേ? ഈ പോയിന്റ്സ് ഓക്കെ അല്ലേ? ക്ലാസ് ഇപ്പം കഴിയും. എടാ ഇത് പഠിച്ചു വെക്കണേ. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും, CRR, SLR, ബാങ്ക് റേറ്റ്, OMO, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ. ഇനി ക്വാളിറ്റേറ്റീവിലാണെങ്കിൽ മാർജിൻ റിക്വയർമെന്റ്സ്, മോറൽ സുവേഷൻ, ഡയറക്റ്റ് ആക്ഷൻ. വേറെ സാധനങ്ങളുണ്ട്, MSF എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. നമുക്കിപ്പം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇത് ഓക്കെയാണോ? ഒന്ന് ഓക്കെ കമന്റ് ഇടറാ. ഇത് ചോദിക്കും, നിങ്ങളോട് കാറ്റഗറൈസ് ചെയ്ത് എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ചോദിക്കും, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ഇനി ഓരോന്നും ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഇത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? എടാ ഓക്കെയാണോ? ഒന്ന് ഓക്കെ കമന്റ് ഇട്ടേ. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. CRR എന്ന് വെച്ചാൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവരുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് ആരെ കയ്യിൽ കൊടുക്കണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ പൈസയുടെ രൂപത്തിൽ കൊടുക്കണം, ക്യാഷിന്റെ രൂപത്തിൽ കൊടുക്കണം. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? CRR എന്ന് വിളിക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കീ പോയിന്റ് പറഞ്ഞുതരാം. ഇൻഫ്ലേഷൻ സമയമാണെങ്കിൽ CRR ഇൻക്രീസസ്, SLR ഇൻക്രീസസ്, ബാങ്ക് റേറ്റ് ഇൻക്രീസസ്, റെപ്പോ റേറ്റ് ഇൻക്രീസസ്, റിവേഴ്സ് റെപ്പോ ഇൻക്രീസസ്, എല്ലാം ഇൻക്രീസ് ആയിരിക്കും. ഒരു കീ പോയിന്റ് ആണ്, കീ ആയിട്ട് പഠിച്ചു വെക്കാണ്. ഒരു ഷോർട്ട് കട്ട് ആണ്. ഇൻഫ്ലേഷൻ സമയമാണെങ്കിൽ CRR ഇൻക്രീസ് ആയിരിക്കും, ഇൻക്രീസ് ചെയ്യണം. SLR ഇൻക്രീസ് ചെയ്യണം, ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യണം, റെപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യണം, റിവേഴ്സ് റെപ്പോ ഇൻക്രീസ് ചെയ്യണം. എല്ലാ റേറ്റും എന്താണ്? ഇൻഫ്ലേഷൻ സമയത്ത് ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ ഡിഫ്ലേഷൻ സമയത്ത് എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. ഇനി OMO എന്ന് വെച്ചാൽ എന്താ? സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻഫ്ലേഷൻ സമയത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് നമ്മൾ എന്ത് വിളിക്കുക? OMO. ഇൻഫ്ലേഷൻ സമയമാണെങ്കിൽ OMO എന്താണ്? സെല്ല് ചെയ്യും, സെൽ ദ സെക്യൂരിറ്റീസ്. അറ്റ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ സെൽ ദ സെക്യൂരിറ്റീസ്. പോയിന്റ് മനസ്സിലാക്കണേ. ഇതെല്ലാം ഇൻക്രീസ് ആണ്. OMOന്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ സമയത്ത് സെൽ ദ സെക്യൂരിറ്റീസ് നമ്മളിവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, ഓരോ റേറ്റ് എന്താണ്? ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ്സ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോർ ലോങ് ടൈം പീരീഡ്. ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആർക്ക് ലോൺ കൊടുക്കുകയാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുക. എടാ ഇൻഫ്ലേഷൻ ആണ് എക്കോണമിയിൽ, ഒന്ന് വിചാരിക്കുക. ജസ്റ്റ് നോക്കണേ, ഇൻഫ്ലേഷൻ ആണ് എക്കോണമിയിൽ. എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്, പൈസക്ക് വിലയില്ല. അങ്ങനെ ആലോചിക്കുക. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്, ബട്ട് പൈസക്ക് വിലയില്ല, മൂല്യമില്ല.
എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്, ബട്ട് പൈസക്ക് മൂല്യമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, RBI ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ജനങ്ങളുടെ കയ്യിലേക്ക് ഇനി പൈസ എത്തരുത്. ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഇനി പൈസ എത്തരുത്, പൈസ ആൾക്കാരുടെ കയ്യിലേക്ക് ഇനി എത്തരുത്. എടാ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ആര് ത്രൂ ആണ് പൈസ കിട്ടാറ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ത്രൂ ആണ് നമുക്ക് ലോൺ കിട്ടല്, അല്ലേ? നമ്മൾ EMI എടുക്കണതും വീട് ലോണും വെഹിക്കിൾ ലോണും ഒക്കെ എടുക്കുന്ന ബാങ്ക് വഴിയാ. അപ്പൊ ബാങ്കിൽ നിന്ന് ഇനി നമുക്ക് എന്ത് കിട്ടരുത്? പൈസ വരരുത്. അപ്പം ബാങ്കിന്റെ കയ്യിൽ ബാങ്ക് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താ? RBIന്റെ അടുത്ത് നിന്ന് എന്തെടുക്കും? ലോൺ എപ്പോഴും എടുക്കും. അപ്പൊ RBI ബാങ്ക് റേറ്റ് ഇൻഫ്ലേഷൻ സമയത്ത് എന്താ ചെയ്യുക? കൂട്ടും. കാരണം എന്താ? ഇനി RBI റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ, എടാ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കാൻ പോകുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBIയിൽ ലോൺ എടുക്കാൻ പോവാണ്. അപ്പൊ RBI എന്ത് ചെയ്യും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ എടുക്കൂല. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ എടുത്തിട്ടില്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്കും പൈസ എത്തൂല. പൈസ എത്തിക്കരുത്, ഇൻഫ്ലേഷൻ അല്ലേ? പൈസ ഓൾറെഡി ഇനിയും പൈസ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ വലഞ്ഞു പോവും. ഇനി റെപ്പോ റേറ്റ് എന്താ? ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ്സ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോർ ഷോർട്ട് ടൈം പീരീഡ്. കേട്ടോ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ല, ദ റേറ്റ് ഓഫ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ്സ് മണി ടു എന്താണ്? ഷോർട്ട് ടൈം പീരീഡ്. മറ്റേത് ലോങ് പീരീഡ് ആണ്. ബാങ്ക് റേറ്റ് ലോങ് പീരീഡ് ആണെങ്കിൽ ഇത് ഷോർട്ട് പീരീഡ് ആണ്. സെയിം സാധനം. ഇനി CRR എന്താ? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കീപ് certain percentage of their deposit with the central bank as reserve. This portion is known as CRR. ഇനി SLR എന്ന് വെച്ചാൽ എന്താ? ഗോൾഡിന്റെയും ഗവൺമെന്റ് സെക്യൂരിറ്റിന്റെ ഫോമിലും. ഇത് രണ്ടും ഒരേ ടോപ്പിക് തന്നെയാണ്. ഇതുപോലെ തന്നെ ഇത് രണ്ടും ഒരേ ടോപ്പിക്കാണ്. ഇത് രണ്ടും ഒരേ ടോപ്പിക്കാണ്. ഇത് ക്യാഷിന്റെ രൂപത്തിലാണ്, ഇത് ഗോൾഡിന്റെ സെക്യൂരിറ്റിന്റെ രൂപത്തിലാണ്. നോക്കാം, CRR എന്ന് വെച്ചാൽ എന്താ? എന്താണ് കമന്റ്? സർ, ഈസ് ദർ എനി സിറ്റുവേഷൻ വേർ RBI ഡസ് നോട്ട്? ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ, അതുണ്ട്. RBI റെപ്പോ റേറ്റ് കൂട്ടും കുറയ്ക്കും, ബാങ്ക് റേറ്റ് കൂട്ടാം കുറയ്ക്കാം. ഇതൊക്കെ എക്കണോമിക് ഫ്ലക്ച്വേഷൻ അനുസരിച്ചാണ് കേട്ടോ ചെയ്യുക. എടാ നിങ്ങൾ നോക്കുക, എടാ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കയ്യിലുള്ള പൈസയുടെ certain percentage ആരെ കയ്യിൽ കൊടുക്കും? സെൻട്രൽ ബാങ്കിന്റെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പം ഇൻഫ്ലേഷൻ ആണുള്ളതെന്ന് വിചാരിക്കുക. സെൻട്രൽ ബാങ്ക് എന്താ ചെയ്യുക? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള CRR റേറ്റ് കൂട്ടും. CRR റേറ്റ് അല്ലെങ്കിൽ SLR റേറ്റ് കൂട്ടാന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവരുടെ കയ്യിലുള്ള പൈസയുടെ കുറച്ച് ഭാഗം ആരെ കയ്യിലേക്ക് കൊടുക്കണം? RBIന്റെ കയ്യിൽ കൊടുക്കണം. അപ്പൊ CRR കൂട്ടാന്ന് വെച്ചാൽ എന്താ? ഇപ്പം 1000 കോടിയാണ് RBIന്റെ കയ്യിലേക്ക് കൊടുക്കുന്നെങ്കിൽ RBI റൂൾ ഇറക്കാണ്, ഇനി 10,000 കോടി നിങ്ങൾക്ക് തരണം. CRR റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള പൈസയുടെ ഭൂരിപക്ഷം ആരെ കയ്യിലേക്ക് എത്തും? RBIന്റെ കയ്യിലേക്ക് എത്തും. RBIന്റെ കയ്യിലാണ് പൈസ മൊത്തം ഉള്ളെങ്കിൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ ഇനി പൈസ ഉണ്ടാവില്ല. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ജനങ്ങളിലേക്ക് പൈസ എത്തൂല. കാരണം ഇൻഫ്ലേഷൻ സമയമാണ്, ജനങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൈസ ഉണ്ട്, ഇനിയും പൈസ എത്തരുത്. ജനങ്ങളുടെ കയ്യിൽ പൈസ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താ? ദ പ്രൊസീഡ്സ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക്. അപ്പോൾ OMO എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ്. OMOയില് ഇൻഫ്ലേഷൻ സമയത്ത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുക. എടാ ജനങ്ങളുടെ കയ്യിലൊക്കെ പൈസ ഉണ്ട്. അപ്പൊ RBIന്റെ ഒരു ഗവൺമെന്റിന്റെ ഒരു സെക്യൂരിറ്റി RBIന്റെ കയ്യിലുണ്ട്. RBI ഒരു പേപ്പർ ഇറക്കിയിട്ട് അത് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ ജനങ്ങൾ വാങ്ങിക്കും. കാരണം അത് വാല്യൂബിൾ തിങ് ആണ്. RBIനേക്കാളും ട്രസ്റ്റ് ആയിട്ടുള്ള വേറെ ബാങ്ക് ഇന്ത്യയിലില്ല. അപ്പൊ ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ RBI ഒരു പേപ്പർ ഇറക്കും. എന്തൊരു പേപ്പർ? ജനങ്ങളുടെ ഇടയിലേക്ക് പേപ്പർ ഇറക്കും. അപ്പൊ ജനങ്ങളൊക്കെ ആ പേപ്പർ വാങ്ങിച്ചിട്ട് ജനങ്ങളുടെ കയ്യിലുള്ള പൈസ ആരുടെ കയ്യിലേക്ക് എത്തും? RBIന്റെ കയ്യിലേക്ക് എത്തും. ഇൻഫ്ലേഷൻ സമയത്ത് കേട്ടോ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്. അപ്പം RBI കുറച്ച് പേപ്പർ അടിച്ചിട്ട് ആർക്ക് കൊടുക്കും? ഇവിടേക്ക് ഇറക്കും, എക്കോണമിയിലേക്ക് ഇറക്കും. അങ്ങനെ ആ പേപ്പർ മൊത്തം ആര് വാങ്ങിക്കും? ജനങ്ങൾ വാങ്ങിക്കും. ജനങ്ങളുടെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും RBIയിലേക്ക് എത്തിക്കുക. കാരണം ജനങ്ങളുടെ കയ്യിൽ ഇനിയും പൈസ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമുണ്ട് ഇൻഫ്ലേഷൻ സമയത്ത്. ഓക്കെ, ഡിഫ്ലേഷൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് നിങ്ങൾ ഓപ്പോസിറ്റ് വൈസ് വേഴ്സ എന്ന് മാത്രമേ, ഇൻഫ്ലേഷന്റെ രീതി മാത്രം എഴുതിയാൽ മതി. ഡിഫ്ലേഷൻ വളരെ റയറായിട്ട് എക്കോണമിയിൽ സംഭവിക്കാറുള്ളൂ കേട്ടോ. അടുത്ത് നിങ്ങൾ നോക്കാം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്. ഓക്കെ, നിങ്ങൾ നോക്കുക ടൂൾസ്. ബാങ്ക് റേറ്റ് at the time of inflation increases, repo rate increases, CRR increases, SLR increases, open market operation, government sells securities. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിഫ്ലേഷൻ. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ്. ദ ലാസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് മെഷർ എന്ന് വെച്ചാൽ എന്താ? മാർജിൻ റിക്വയർമെന്റ്സ്. അവിടെ ഇൻഫ്ലേഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന കൊളാട്രൽ സെക്യൂരിറ്റീസിന് അനുവദിച്ചിട്ടുള്ള ലോൺ ആര് തരൂല? RBI നമുക്ക് സാങ്ഷൻ ചെയ്ത് തരൂല.
ബാങ്ക് സാങ്ഷൻ തരൂല. കാരണം എന്താ, നമ്മൾ 10 ഏക്കർ സ്ഥലം കൊടുത്തിട്ട് പോലും 10 ഏക്കറിൻ്റെ വില പോലും ഉള്ള പൈസ നമുക്ക് തരൂല. കാരണം എന്തുകൊണ്ടാണ്, ഈ ജനങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തരുത്. അതാണ് മാർജിൻ റിക്വയർമെന്റ്സ് കേട്ടോ. വെൻ എ ബോറോവർ borrows money by giving collateral security. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊളാട്രൽ സെക്യൂരിറ്റീസ് കൊടുത്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ലോൺ കിട്ടുക. ബാങ്ക് ഡു നോട്ട് ലെൻഡ് ഫുൾ വാല്യൂ ഓഫ് ദ കൊളാട്രൽ ഓഫേർഡ്. 10 ഏക്കറിന്റെ വലിയ ആധാരം കൊടുത്തിട്ട് പോലും നമുക്ക് പൈസ അത്ര തരൂല. അതാണ് മാർജിൻ. ഒരു മാർജിൻ വരയ്ക്കുക. ജനങ്ങൾക്ക് കൊടുക്കേണ്ട ലോണിന് ഒരു മാർജിൻ വരയ്ക്കുക. എന്തിനാ മാർജിൻ വരയ്ക്കുന്നത്? ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ. ജനങ്ങൾക്ക് കൊടുക്കുന്ന ലോണിനൊരു മാർജിൻ വെക്കുക. ഇതിനപ്പുറത്തേക്ക് ഇനി ലോണ് പോകരുത്, പൈസ പോകരുത്, ഇത്ര പൈസ കൊടുക്കാനേ പാടുള്ളൂ. കാരണം ഇനിയും ജനങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തരുത്. ഇൻഫ്ലേഷനാണ്, എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്, പൈസക്ക് ഒരു വിലയില്ല. ഇനിയും പൈസ എത്തരുത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അടുത്ത് മാർജിൻ റിക്വയർമെന്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് വാല്യൂ ഓഫ് സെക്യൂരിറ്റി ആൻഡ് ദ വാല്യൂ ഓഫ് ലോൺ ഗ്രാൻഡഡ് കേട്ടോ. അപ്പോൾ മാർജിൻ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റി ആൻഡ് ദ വാല്യൂ, എത്ര ലോണാണ് കൊടുക്കുന്നതെന്ന്. 10 ഏക്കർ പറമ്പിനാകെ 10,000 റുപ്യ ലോൺ കൊടുത്തു എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. രണ്ടാമത്തെ എന്താ, മോറൽ സുവേഷൻ എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് എ മെത്തേഡ് അഡോപ്റ്റഡ് ബൈ സെൻട്രൽ ബാങ്ക് ടു പെർസുവേഡ് ഓർ റിക്വസ്റ്റ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ലെൻഡ് അക്കോർഡിംഗ് ടു ദയർ ഡയറക്ഷൻ. മോറലി പറയാണ്. മോറൽ സുവേഷൻ എന്ന് വെച്ചാൽ എന്താ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിനോട് RBI മോറലി പറയാണ്, നിങ്ങൾ ഇത്ര ലോൺ കൊടുത്താൽ മതി, വേണ്ട സജിയേട്ട വിട്ടോ, സേഫ് അല്ല, എക്കോണമി സേഫ് അല്ല, ഇൻഫ്ലേഷൻ ആണ്, വേണ്ട, മേത്തിട്ടുള്ള കളിയൊന്നും വേണ്ട, സജിയേട്ട ഇവിടെ സേഫ് അല്ല, എക്കോണമി സേഫ് അല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ലോൺ കൊടുക്കരുത് എന്നാണ് ആര് പറയുന്നത്? RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ഡയറക്ഷൻ. മോറലി ആദ്യം പറയും, മനസ്സിലായില്ലേ? വേണ്ട സജിയേട്ട, RBI സേഫ് അല്ല, RBI അല്ല, എക്കോണമി സേഫ് അല്ല, എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ആണ്, സജിയേട്ട വേണ്ട. അതുകൊണ്ട് എന്താണ് ഞങ്ങൾ പറയുന്നത് കേൾക്കണം. മോറലി എന്ത് ചെയ്യും, RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിനോട് പറയും കേട്ടോ, കുറെ ഡയറക്ഷൻസ് കൊടുക്കും. ഇനി അതൊന്നും ചെയ്തിട്ടില്ല എന്ത് ചെയ്യും, ഡയറക്ട്ലി ആക്ഷൻ എടുക്കും. അതൊന്നും പറഞ്ഞിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കേൾക്കുന്നില്ല. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇങ്ങനെ ലോൺ കൊടുത്തോണ്ടിരിക്കുക, ഇൻഫ്ലേഷൻ ആണ് എക്കോണമിയിൽ, വീണ്ടും ലോൺ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ RBI എന്ത് ചെയ്യും, ഇടപെടും. ഇൻവോൾവ്സ് RBI ഇടപെട്ടിട്ട് എന്ത് ചെയ്യും, വേണമെങ്കിൽ അവരുടെ ലൈസൻസ് കട്ട് ചെയ്യാം, അവർക്ക് പെനാൽറ്റി കൊടുക്കാം, പല കാര്യങ്ങൾ എന്ത് ചെയ്യാം, അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കഴിഞ്ഞിട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, മാർജിൻ റിക്വയർമെന്റ്സ് ഇൻഫ്ലേഷൻ സമയത്ത് സോൾവ് ചെയ്യൽ എങ്ങനെ, ഇൻക്രീസ് ചെയ്തിട്ടാണ്. ഡിഫ്ലേഷൻ സമയത്ത് ഡിക്രീസ് ആയിരിക്കും. മോറൽ സൊല്യൂഷൻ എന്താ, സെൻട്രൽ ബാങ്ക് റിക്വസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു റെഡ്യൂസ് ക്രെഡിറ്റ്. ഓക്കെ, സെയിം, രണ്ടും എക്സ്പാൻഡ് ക്രെഡിറ്റ്. ഇത് ക്രെഡിറ്റ് റെഡ്യൂസ് ചെയ്യാനാ പറയാ. മോറലി പറയും നിങ്ങൾ ഇനി കടം കൊടുക്കരുത്, റെഡ്യൂസ് ചെയ്യണം എന്നാണ് ഇൻഫ്ലേഷൻ സമയത്ത് പറയാ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് വീണ്ടും എടുത്ത് കേൾക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്രാഷ് ബാച്ചിലും അല്ലാതെ നമ്മുടെ മൊത്തം കംപ്ലീറ്റ് ബാച്ചിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. എക്കണോമിക്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ എടാ, ഓക്കെ അല്ലേ, കാര്യങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾ ക്ലാസ് വീണ്ടും കേട്ടാലാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ലോജിക്ക്. ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും സമയത്ത് ഇൻഫ്ലേഷൻ ഒറ്റ കാര്യം മനസ്സിലാക്കുക. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്, ബട്ട് പൈസക്ക് വിലയില്ല. എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്, ബട്ട് പൈസക്ക് വിലയില്ല. എല്ലാവരുടെ കയ്യിലും പൈസ എത്തുന്നത് ആര് വഴിയാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വഴിയാണ്. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള പൈസയുടെ അളവ് കുറയ്ക്കണം. അത് ആരാ കുറയ്ക്കുന്നത്, RBI ആണ് കുറയ്ക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള പൈസ മാക്സിമം പിടിച്ചിട്ട് എവിടേക്ക് എത്തിക്കാൻ നോക്കും, RBIയിലേക്ക് എത്തിക്കാൻ നോക്കും. കാരണം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇനി ലോൺ കൊടുക്കരുത്, കാരണം ഇൻഫ്ലേഷൻ ആണ് എക്കോണമിയിൽ. ആ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ അല്ലേ? എടാ ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ കമന്റ് ഇട്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നന്നായിട്ട് പഠിക്കുക, ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് പഠിക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ബാർട്ടർ സിസ്റ്റം എന്താ, ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, ഡ്രോബാക്സ് പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫങ്ഷൻസ് ഓഫ് മണി എന്താ പറഞ്ഞു. പിന്നെ ഡിമാൻഡ് തിയറീസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രീക്യൂഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, മണി സപ്ലൈ. അതിൽ M1 മണി, M2 മണി, M3 മണി, M4 മണി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതാണ്, മണി സപ്ലൈ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഏതാണ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, മോണിറ്ററി പോളിസി,
അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ CDR എന്താ, RDR എന്താ, മണി മൾട്ടിപ്ലയർ എന്താ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്, അതൊക്കെ വൺ വേർഡ് ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ വരുന്ന സാധനങ്ങളാണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫ്ലേഷൻ സമയത്ത് എങ്ങനെ, ഡീഫ്ലേഷൻ സമയത്ത് എങ്ങനെ, എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ. ഓക്കെ, ക്ലാസ് വീണ്ടും കേൾക്കുക, നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു. ഓക്കെ, ശരി.